അത് ഞാൻ ഈ ഇന്റർവ്യൂ ഇത്തിരി ഓർത്തിരിക്കാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 2023 വരെ ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ഹാവ് വർക്ക് വിത്ത് ബ്രാൻഡ് ലൈക്ക് ബൈജൂസ്, കാർസ് 24, ബിസർവ, ദെൻ ഭീമ ജ്വല്ലേഴ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു വാശിയായി. ആ വാശിയാവാൻ കാരണം ഇത്രേ ഉള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ലോകത്തില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനമൊന്നുമല്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഏത് കാലം മുതലുണ്ടോ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ ഇപ്പോൾ ടെലിവിഷൻ, റേഡിയോ പോലത്തെ ടെക്നോളജികളൊക്കെ ഉള്ളത് മുതൽ തന്നെ അതുണ്ട്. ഗൂഗിളിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ക്രെഡിറ്റ് കിട്ടിയ കമ്പനികളിൽ ഒന്ന് എന്റേതായിരുന്നു. അപ്പൊ അവരുടെ ഏറ്റവും എക്സ്പാൻഡഡ് കൊറി മെത്തേഡ് നമുക്ക് അതിന്റെ മുകളിൽ എക്സ്പാൻഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഓപ്ഷൻ അല്ലോ റെഡ് സിഗ്നൽ ഇങ്ങനെ കണ്ടു. ജൂൺ 25 2025 കൂടി നിങ്ങളുടെ മുന്നിൽ ടാർഗറ്റിംഗിന്റെ ഓപ്ഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു കളയാൻ പോവുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നെന്ന് പറഞ്ഞാല് പ്രോസ്പെക്ടിങ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് തന്നെ റെഫറൻസ് എടുക്കുകയാണ്. പ്രോസ്പെക്ടിങ് ആഡിൽ ഞാനൊരു ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ആണ് ഞാൻ ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ ഞാൻ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വിന്നിങ് ക്രിയേറ്റീവ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളെ ഓഡിയൻസ് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മാതിരി ആണെന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെറ്റക്ക് നമ്മൾ മാക്സിമം ഇപ്പം 5 ഹെഡ്ലൈൻസ് ആണ് അതിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റ ഹെഡ്ലൈൻസിൽ നിങ്ങൾ കൊടുക്കരുത്. 5 ഡിഫറെന്റ് ഹെഡ്ലൈൻസ് കൊടുക്കുക, 15 ഡിഫറെന്റ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. അപ്പൊ മാക്സിമം കോമ്പിനേഷൻസ് കൊടുക്കുമ്പോഴാണ് ഈ മെറ്റക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ്സിൽ കാണിക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ അല്ല, ഒരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. ഈ മീഡിയ പ്ലാൻ നടത്തുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളിപ്പോ ഇന്ന് സംസാരിച്ച എല്ലാ ഫാക്ടേഴ്സിനെയും എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? വെരി വാം വെൽക്കം മൈ ഡിയർ ഫെലോ മെമ്പേഴ്സ് ടു ദ പോഡ്കാസ്റ്റ്. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ്. ഞാൻ ഒരു ഏകദേശം 8 വർഷത്തോളമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ, ഒരു 3 വർഷം മെറ്റ എന്ന് പറയുന്ന എക്സ് ഫേസ്ബുക്ക് എംപ്ലോയി ആണ്. അതുപോലെ ടിക്ടോക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രോത്ത് മാർക്കറ്റിംഗ് ആൻഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലാണ് കൂടുതലായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഇന്ററിം CMO ആയിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹോസ്റ്റ് എന്നുള്ളത് മിസ്റ്റർ അമീനാണ്. അമീൻ ഏകദേശം ഇതേ കാലം തന്നെ നമ്മളെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ അമീനും ഞാനും തമ്മിൽ പരിചയപ്പെടാൻ ഒരു രസകരമായ കഥ ഉണ്ട്. ആ കഥ വെച്ച് തുടങ്ങാമല്ല അമീൻ, എങ്ങനെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടു എന്നുള്ളത് അത് മുതൽ തുടങ്ങാം. ഓവർ ടു മിസ്റ്റർ. അതെ. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ആക്ച്വലി ഞാൻ ലത്തീഫ് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു ഇന്റർവ്യൂ ത്രൂ ആണ്. ഒരു ഇന്റർവ്യൂയുടെ ഓൾമോസ്റ്റ് 4th റൗണ്ടാണ് ഞാൻ ലത്തീഫ് സാറിനെ കാണുന്നത്. അത് ഞാൻ ഈ ഇന്റർവ്യൂ ഇത്തിരി ഓർത്തിരിക്കാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 2023 വരെ ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ഹാവ് വർക്ക് വിത്ത് ബ്രാൻഡ് ലൈക്ക് ബൈജൂസ്, കാർസ് 24, ബിസർവ, ദെൻ ഭീമ ജ്വല്ലേഴ്സ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിലല്ലായിരുന്നു എന്റെ ലാസ്റ്റ് ക്രെഡൻഷ്യൽസ്. മോർ ലൈക്ക് പെർഫോമൻസ് മാർക്കറ്റർ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ വന്ന് കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് നാട്ടിൽ കുറച്ച് കാലം 2 വർഷം 1.5 വർഷം നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കുറച്ചു കാലമൊക്കെ കോഴിക്കോട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഏരിയയിലൊന്ന് സെറ്റിൽ ആവാം, കൊച്ചി ഏരിയയിലൊക്കെ ഒന്ന് സെറ്റിൽ ആവാൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലായിടത്തും കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വെരി ബേസിക്, വെരി ജനറിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. Like though I had a great package offered by them, but still I really didn't want to work with them because കാരണം എനിക്ക് അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ ഞാൻ പഠിച്ചതിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു 2019 പോയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ജോബ് ഓഫർ ഒക്കെ ഞാൻ എടുത്തു കഴിഞ്ഞുള്ള സിറ്റുവേഷൻ. അപ്പൊ ഞാൻ ലത്തീഫ് സാറുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെരി ഇൻട്രൊഡക്ഷന് ശേഷം സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ആട്രിബ്യൂഷൻ മോഡലിനെ പറ്റിയിട്ടാണ്. ഒരു ബുൾഷിറ്റും ഇല്ല, സ്ട്രെയിറ്റ് പെർഫോമൻസ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു. ടു ബി ഹോണസ്റ്റ്, നമ്മുടെ മൊബൈൽ മാർക്കറ്റിംഗ് അനലറ്റിക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരേ ഒരു വ്യക്തി പുള്ളിയായിരുന്നു. ആക്ച്വലി ഞാൻ വെരി ഏജ്ഡ് ആയിട്ടുള്ള ആളെ കണ്ട സമയത്ത് എനിക്ക് കുറച്ച് പഴയ ടെക്നിക്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ചോദിക്കുന്ന ആ രീതിയിലായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ എനിവേ വരും പോഡ്കാസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ആ സമയത്ത് ആക്ച്വലി ഡേറ്റിംഗ് ആപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഫ്രീലാൻസ് ബേസിസിൽ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. യെസ്, അത് വളരെ സത്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വളരെ ലേറ്റ് കമറാണ്. ഏകദേശം ഒരു 36-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്.
36 വയസ്സും ആയിട്ടില്ല, ഒരു 35 ആ ടൈമിലാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്. ആ ഫീൽഡിൽ വരുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു വാശിയായി. ആ വാശിയാവാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ലോകത്തില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനമൊന്നുമല്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഏത് കാലം മുതലുണ്ടോ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവിടെ ഇപ്പോൾ ടെലിവിഷൻ, റേഡിയോ പോലത്തെ ടെക്നോളജികളൊക്കെ ഉള്ളത് മുതൽ തന്നെ അതുണ്ട്. പക്ഷെ ഡിജിറ്റൽ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഡേറ്റയാണ്. ഡേറ്റ എന്ന് പറയുന്നതിന് എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഓൾ ടുഗദർ പവർ ഹൗസ്. അപ്പൊ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ പാഷൻ ഉള്ള ഒരു ഭാഗം ഡേറ്റയാണ്. കാരണം ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. ആ സ്റ്റാർട്ടപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മുകളിലാണ്. അപ്പോ ഈ പവർ ബി ഐ അല്ല, നമ്മുടെ ഗൂഗിളിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ക്രെഡിറ്റ് കിട്ടിയ കമ്പനികളിൽ ഒന്ന് എന്റേതായിരുന്നു. അപ്പൊ അവരുടെ ഏറ്റവും എക്സ്പാൻഡഡ് കൊറി മെത്തേഡ് നമുക്ക് അതിന്റെ മുകളിൽ എക്സ്പാൻഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് എനിക്ക് പാഷൻ വന്നത്. ഇനി നമ്മള് ഇതേപോലെ തന്നെ നമ്മൾ ക്രാപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഇന്ന് മാർക്കറ്റിംഗ് ഫീൽഡിൽ കാണുന്ന ഡിസ്റപ്ഷൻസ് എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഡിസ്റപ്ഷൻസ് എന്തൊക്കെയാണ്? സോ ഇപ്പൊ ഓൾറെഡി ലത്തീഫ് സാർ പറഞ്ഞ പോലെ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് ആണ് ഇനി മെയിൻ ആയിട്ട് നമ്മൾ വരേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു 5 വർഷം മുന്നേ ക്യാമ്പയിൻ ചെയ്ത സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെറ്റ്സ് നമ്മളുടെ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ജനറലി പില്ലേഴ്സ് ആയിട്ടുള്ള സെഗ്മെന്റിംഗ്, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. നമ്മൾ ടാർഗറ്റിംഗിൽ ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ഗൂഗിൾ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കീവേഡ്സ് നമ്മൾ ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ മെറ്റാ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്കറിയാം, എൻഗേജ്ഡ് ഷോപ്പേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാറുണ്ട്, പാരന്റ്സിനെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഡെമോഗ്രാഫിക്സും സൈക്കോഗ്രാഫിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വരുന്ന ഒരു ഇയേഴ്സിൽ ഈ ഒരു കംപ്ലീറ്റ് സംഗതികളും ഡിസപ്പിയർ ആകാൻ പോവാണ്. ഇപ്പൊ ഒരു വെരി റീസെന്റ് ആയിട്ട് വരുന്ന ഒരു ഡിസപ്ഷൻ ഞാൻ പറഞ്ഞതാ, AI Max എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ആക്ച്വലി ഗൂഗിൾ ആഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡൈനാമിക് സെർച്ച് ആഡ്സ്, ഞാൻ അധികം ടെക്നിക്കൽ ആയിട്ട് പോകുന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പം ഒരു വെബ്സൈറ്റ് ചെയ്യാണ്, നിങ്ങളൊരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് സെല് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് മോസ്റ്റ് കൺവേർട്ടിംഗ് കീവേഡ്സ് ഏതാണ്? ട്രാൻസാക്ഷണൽ കീവേഡ്സ് ഏതാണ്? അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കീവേഡ്സ് വഴി വേണം നിങ്ങൾ ട്രാഫിക് അട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് മുന്നേ എന്ന് പറഞ്ഞ ഒരു ടീഡിയസ് പ്രോസസ് ആയിരുന്നു. ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ വെബ്സൈറ്റ് ഗൂഗിൾ ആഡ്സിൽ ഇട്ട് കൊടുക്കുന്നു. ഗൂഗിൾ ആഡ്സ് ഐഡന്റിഫൈ നോക്കുക നിങ്ങളെ വെബ്സൈറ്റ് വാട്ട് സോർട്ട് ഓഫ് പ്രൊഡക്റ്റ് ആർ യു സെല്ലിംഗ്, വാട്ട് സോർട്ട് ഓഫ് സർവീസസ് ആർ യു സെല്ലിംഗ്. ഇപ്പൊ ലെറ്റ്സ് നിങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് സെല് ചെയ്യുന്ന 2 BHK സെല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ കണ്ടന്റിലൂടെ പോയിട്ട് നിങ്ങൾ ഇന്റന്റ് എന്താണെന്ന് മനസ്സിലാക്കും. നമ്മൾ മുന്നേ ആക്ച്വലി 2 BHK അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കീവേഡിൽ ബിഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 BHK അപ്പാർട്ട്മെന്റ് ക്ലീനിങ് സർവീസസിന് നമ്മൾ ചിലപ്പം ലിസ്റ്റ് ആവാറുണ്ട്. അപ്പൊ നിങ്ങൾ സെല് ചെയ്യുന്നത് പ്ലാറ്റ്ഫോമാണ്, ഫ്ലാറ്റ് ആണ്, പക്ഷെ നിങ്ങൾ ലിസ്റ്റ് ആവുന്നത് ക്ലീനിങ് സർവീസസിന് വേണ്ടി. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ 2 BHK അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വെബ്സൈറ്റിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണ്? ഓക്കെ, നിങ്ങൾ സെല് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ റെന്റ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന ആളുകളാണെന്നുള്ള പ്രോപ്പർ മീനിങ് നോക്കി അതിനനുസരിച്ച് അട്രാക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാഫിക് അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും. ഒരു 2 ഇയേഴ്സിന്റെ ഉള്ളിൽ മാറും. ഇപ്പൊ ഓൾറെഡി അങ്ങനത്തെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് becoming less and less relevant these days. It's the most relevant. That's the main part. Yeah. അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ മെറ്റാഡ്സ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ മെറ്റാഡ്സിൽ ഇപ്പൊ ഞാന് ഒരു ഓപ്ഷൻ അല്ലോ റെഡ് സിഗ്നൽ ഇങ്ങനെ കണ്ടു. ജൂൺ 25, 2025 കൂടി നിങ്ങളുടെ മുന്നിൽ ടാർഗറ്റിംഗിന്റെ ഓപ്ഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ എടുത്ത് കളയാൻ പോവാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് വെറുതെ ഒരു ഇൻഡെപ്ത് റിസർച്ച് നടത്തി നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് ടാർഗറ്റിംഗ്, ബിഹേവിയർ ടാർഗറ്റിംഗിലെ കുറെ വിധ ഫാക്ടേഴ്സ് അവർ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ആൽഗോരിതം അത്ര കണ്ട് ഇന്റലിജന്റ് ആയി. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ഞാൻ സുക്കർബർഗിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ മാസം അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ എന്റെ ആഗ്രഹം അവർ മെറ്റാസ് സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ എവറി SMB, any person who is doing business should be able to come to Meta's platform
ആൻഡ് അപ്ലോഡ് ഹീസ് കമ്പനീസ് ഡീറ്റെയിൽസ്. ഇയാൾ ഞാൻ ഇത്രയാണെന്ന് പറഞ്ഞാൽ മതി, എന്റെ കമ്പനി ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് യു സേഡ് ഇൻ AI ഓവർ മാക്സ്, അവിടെ ഈ പറയുന്ന കൺസെപ്റ്റ് മെറ്റെടുത്ത് ക്രിയേറ്റീവ് ഉണ്ടാക്കി കോപ്പി എടുത്ത് എല്ലാം ചെയ്ത് CTA വെച്ച് ടാർഗറ്റ് ഓഡിയൻസ് നടത്തി നമുക്ക് വേണ്ടി കസ്റ്റമർ തരുന്ന രീതിയിലേക്ക് പ്ലാറ്റ്ഫോംസ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ ഒരു സ്റ്റേജില് ഒരു വ്യക്തി പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡേറ്റ ആട്രിബ്യൂട്ടഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരുമ്പോ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സ്കോപ്പാണുള്ളത്? അയാൾ എവിടെ ശരിക്കും പറഞ്ഞാൽ അയാളെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? എക്സാക്ട്ലി. ഈ ഒരു ഇഷ്യൂ നിങ്ങൾ ആക്ച്വലി ഒരു ക്ലയന്റിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20 lakhs സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്ലയന്റ്, ഞാൻ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, എന്റെ അക്കൗണ്ട് ലത്തീഫ് സാർ എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്ക് തന്നിട്ടുള്ള ഒരു സംഗതി, അമീനെ ഇതിന്റെ സ്ട്രക്ചർ പോയി കിടക്കാന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അതാണ് ഏറ്റവും ബേസിക്സ്. നമ്മൾ ആക്ച്വലി മെറ്റാസ് ആൽഗോരിതം ഈസ് ബിക്കമിങ് സൂപ്പർ ഗുഡ്. അതായത് യു കാണ്ട് ഔട്ട് പെർഫോം മെറ്റാസ് ആൽഗോരിതം. റീസൺ പറയാൻ കാരണം, നിങ്ങൾ ആക്ച്വലി സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 1 lakh rupees എ ഡേ ആയിരിക്കും, അല്ലെങ്കിൽ 10 lakh rupees എ ഡേ ആയിരിക്കും. പക്ഷെ മെറ്റനെ വിശ്വസിച്ച് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഡെയിലി സ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെറ്റ ഓൾറെഡി ഹാസ് മെയ്ഡ് ദെയർ ആൽഗോരിതം സൂപ്പർ സ്മാർട്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഈ ആൽഗോരിതത്തിനെ പ്രോപ്പർ ആയിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡാറ്റ വെച്ചിട്ട് ഫീഡ് ചെയ്യുക. അപ്പം നമ്മളൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ക്യാമ്പയിനിൽ 4 ലെവൽസ് ഉണ്ട്. ഒന്ന് ആഡ് ലെവൽ ലേണിംഗ് നടക്കുന്നുണ്ട്, ദെൻ ആഡ് സെറ്റ് ലെവലിൽ ലേണിംഗ് നടക്കുന്നുണ്ട്, ക്യാമ്പയിൻ ലെവലിൽ ലേണിംഗ് നടക്കുന്നുണ്ട്, അക്കൗണ്ട് ലെവലിൽ ലേണിംഗ് നടക്കുന്നുണ്ട്. ഈ ലേണിങ്ങിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻപുട്ടുകൾ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ പലപ്പോഴും ചിലപ്പോൾ യൂട്യൂബിലോ ഗൂഗിളിലോ പോയി സെർച്ച് ചെയ്തിട്ട് നോക്കും, ഓക്കെ നിങ്ങൾ ഇന്ന പ്രൊഡക്റ്റാ സെല് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ ഒരു ഹാക്ക് നോക്കും. ഈ ഹാക്ക് നോക്കുന്ന സമയത്ത് പ്രശ്നം വെച്ചാൽ ഈ ഹാക്ക് പലപ്പോഴും സ്കെയിലബിലിറ്റി എലമെന്റ് ഉണ്ടാവില്ല. മേ ബി ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു, ആ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ക്യാമ്പയിൻ റൺ ചെയ്തു, കുറച്ച് ലീഡ്സും സെയിൽസ് ഒക്കെ കിട്ടി. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് മെറ്റയുടെ ആൽഗോരിതത്തിനെ റോങ് ആയിട്ട് ഫീഡ് ചെയ്യും. കാരണം കുറച്ച് കഴിയുന്ന സമയത്തിന് സ്കെയിലബിലിറ്റി പോയി. അപ്പൊ നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്യാമ്പയിൻസ്, അതായത് ഞാൻ ജനറലി എന്റെ ക്യാമ്പയിൻസ് ഒക്കെ സ്ട്രക്ചർ ചെയ്യുന്നത് 3 ടൈപ്പ് ആയിട്ടാണ്. ഒന്ന് പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ. പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഫ്രഷ് ഓഡിയൻസിലോട്ട് പോകുന്ന ക്യാമ്പയിൻ. അത് ഇതുവരെ നമ്മളെ ബ്രാൻഡോ നമ്മളെ പ്രൊഡക്റ്റോ അവർക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടില്ല. അപ്പം അങ്ങനത്തെ ആളുകളിലോട്ട് പ്രോസ്പെക്ട് ചെയ്ത് ന്യൂ കസ്റ്റമർ അക്വയർ ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ. രണ്ടാമത്തത് റീടാർഗറ്റിംഗ് ക്യാമ്പയിൻ. അവർ ഓൾറെഡി നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ നമ്മളുടെ ടോപ്പ് ഓഫ് ദ ഫണൽ അല്ലെങ്കിൽ ടോപ്പിലോ മിഡിലോ ഈ ഫണലിന്റെ പാർട്ട് ആയിട്ടുണ്ട്. ഓൾറെഡി അവർ നമ്മളെ ഫണലിലാണ്, ആ ജേർണിയിലാണുള്ളത്. അപ്പൊ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് പുഷ് ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി റീടാർഗറ്റിംഗ്. അത് ഫ്രഷ് ഓഡിയൻസ് ആണ്, എൻഗേജ്ഡ് ഓഡിയൻസ് ആയിരിക്കും. അപ്പൊ ഒന്ന് ന്യൂ ട്രാഫിക് ആണ്, അബ്സല്യൂട്ട്ലി ന്യൂ ട്രാഫിക് ആണ് പ്രോസ്പെക്ടിംഗ് ആഡ്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. എൻഗേജ്ഡ് ട്രാഫിക് ആണ് നമ്മളുടെ റീടാർഗറ്റിംഗ് ആഡ് ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ താഴെ വരുന്നതാണ് റിട്ടൻഷൻ ക്യാമ്പയിൻ. ഇപ്പൊ റിട്ടൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലത്തീഫ് സാർ തന്നെ നമ്മൾ ലാസ്റ്റ് കോളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം നമ്മളുടെ എല്ലാ കോമ്പറ്റീറ്റേഴ്സും നമ്മൾ ഓപ്ഷനിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 5 വർഷം മുന്നത്തെ സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. 5 വർഷം മുന്നേ കോസ്റ്റ് പെർ ലീഡ് വളരെ കുറവായിരുന്നു, കോസ്റ്റ് പെർ വെബ്സൈറ്റ് പർച്ചേസ് വളരെ കുറവായിരുന്നു. നിങ്ങൾക്ക് വളരെ പ്രോഫിറ്റബിൾ, ഈവൻ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ തന്നെ നല്ല പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഓൾമോസ്റ്റ് 30%, 40% ഒക്കെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സുകളൊക്കെ ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാനിപ്പോ ഇവിടെ ചെയ്യുന്ന ഒരു എട്ടെക് കമ്പനി, ആ എട്ടെക് കമ്പനിയുടെ എല്ലാ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ, അതായത് ഒരു ലെറ്റ്സ് ഒരു 1000 square feet ഓഫീസുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിലോട്ട് ഇറങ്ങി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്ഷൻ ബേസ്ഡ് പ്രൈസിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ 5 വർഷം മുന്നേ കോസ്റ്റ് പെർ ലീഡ് 100 rupees ആണ്, അല്ലെങ്കിൽ 50 rupees ആണ്, 10 rupees ഞാൻ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 200 ആണ്, 300 ആണെന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 3 ആളുകളിലോ 2 ആളുകളിലോ ഒരാളായിരുന്നു ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാത്ത ഈ സ്പേസിൽ ആളുകളില്ല. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അവർ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത് എന്നുള്ള തോട്ട്സിന്റെ പുറത്താണ് കംപ്ലീറ്റ് ക്യാമ്പയിനും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസപ്പോയിന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഔട്ട് പെർഫോം ചെയ്യാം? നമ്മളെ കോമ്പറ്റീറ്റേഴ്സും മെറ്റയിലോട്ട് റൈറ്റ് ഡാറ്റ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ബിഗ് പ്ലേയേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് ആഡ് ലെവലിലുള്ള ലേണിംഗ്, ആഡ് സെറ്റ് ലെവലിലുള്ള ലേണിംഗ്, ക്യാമ്പയിൻ ലെവലിലുള്ള ലേണിംഗ്, അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ലെവലിലുള്ള ലേണിംഗ്
എങ്ങനെ നമുക്ക് ആക്സിലേറ്റ് ചെയ്യാം, പെട്ടെന്ന് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക, ഒരു പ്രോപ്പർ അക്കൗണ്ട് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ 101. മനസ്സിലായി. അപ്പൊ ഇവിടെ ഒരു ചെറിയ രീതിയിൽ ബഡ്ജറ്റ് വെച്ച് കളിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരും ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. പക്ഷെ ഞാൻ അതിനെ എപ്പോഴും ക്രോസ് ചെയ്യാറാണ് പതിവ്. ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ, പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഒരു ഹോൾ ടുഗദർ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അതിന് വേണ്ടിയത്. അത് ഫിനാൻഷ്യൽ സൈഡ് മുതൽ മാനേജറിയൽ സൈഡ് മുതൽ റവന്യൂ സൈഡ് മുതൽ സെയിൽസ് ഡ്രിവൺ അപ്രോച്ച് മുതൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജിങ് മുതൽ എല്ലാത്തിനും അതിനൊരു ഡിഫറെന്റ് അപ്രോച്ച് വേണം. കാരണം ആ ഡിഫറെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞത് നമ്മൾ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ബോട്ടം ഡൗൺ റവന്യൂവിന്റെ കൂടെ തന്നെ ടോപ്പ് ഡൗൺ വാല്യുവേഷനിലും അത് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റില് നിങ്ങളെ അഭിപ്രായത്തില് ഒരു കമ്പനി പെർഫോമൻസ് ഡ്രിവൺ മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ബേസിക് ആയിട്ട് ചെയ്യേണ്ട മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓക്കെ, കൂൾ. നമ്മൾ ബേസിക്കലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മുന്നേ നമ്മൾ പെർഫോമൻസ് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് ഇതൊരു സെയിൽസ് ഡ്രിവൺ അപ്രോച്ചാണ്. അപ്പോ നാളെ ഒരു ഇതുപോലെ ഒരു ഗ്രൂപ്പിൽ ഒരാളിന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ 1 ലക്ഷം രൂപ ചെലവാക്കുമ്പോഴും ഞാൻ കാണിക്കുന്ന പെർഫോമൻസ് തന്നെയല്ലേ, ഇത്ര കോടി ചെലവാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ നിർബന്ധം ഇല്ല എന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് അവിടെ യോജിപ്പുള്ളത്. കാരണം ഇന്ന് അതുപോലെ ചെലവാക്കുന്ന ഒരുപാട് ആൾക്കാർ, വലിയ ഇൻവെന്ററികളുള്ള കമ്പനികൾ മുതൽ ചെറിയ ഇൻവെന്ററികളുടെ മുകളിൽ ഒരുപാട് ആൾക്കാർ ഓപ്ഷനിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലം വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന സ്കെയിലബിൾ ഓപ്ഷൻസ് അവിടെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനിക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതിന്റെ മുന്നേ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്? നമുക്ക് ടച്ച് വുഡ് ഉണ്ടല്ലോ, നമുക്ക് ഇത്ര പോയിന്റുകൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് കടക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ട് ബ്രീഫ് ചെയ്യാൻ പറ്റും? ഓക്കെ, വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾക്ക്, അതായത് നിങ്ങളുടെ ആവറേജ് ഓർഡർ വാല്യൂ, ഇതിൽ കുറെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് പറയാം, നമുക്കുള്ളൊരു ഡെയിലി മിനിമം 10 കൺവേർഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ, ഡെയിലി 10 കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് നോക്കുന്ന സമയത്ത് 300 കൺവേർഷൻസ് അറ്റ്ലീസ്റ്റ് മിനിമം ആണ് പറയുന്നത്. ഒരു 100 കൺവേർഷൻസ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്പേസിലോട്ട് എൻ്റർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. റീസൺ ഞാൻ പറയാം. എപ്പോഴും ഒരു ഡാറ്റയുടെ അക്യുറസി എന്ന് പറയുന്നത്, ഇപ്പൊ ലെറ്റ്സ് നമുക്ക് ഇന്ന് തന്നെ ആലോചിച്ച് നോക്കാം. ഇപ്പം മഴ പെയ്യാനുള്ള ചാൻസ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് മെയ് മാസത്തിൽ മഴ, അല്ലെങ്കിൽ ഈ എൻറ്റയർ ഇയറിൽ മഴ പെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് നമുക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ ഡാറ്റ സ്പേസിൽ ആകെ 4 ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ 4 ദിവസത്തിൽ 4 ദിവസം മഴ പെയ്തിട്ടുണ്ട് ഇവിടെ കൊണ്ടോട്ടി ഏരിയയിൽ. നമുക്ക് ഇത് നമ്മൾ പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷം മൊത്തം മഴ പെയ്യാന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഔട്ട്കം വരിക. കാരണം 4 ദിവസം നോക്കി 4 ദിവസം മഴയുണ്ട്, ചാൻസസ് ആർ ബാക്കി റെസ്റ്റ് ഓഫ് ദ ഇയർ മഴ പെയ്യും എന്നുള്ള സിറ്റുവേഷൻ. പക്ഷെ നമ്മളുടെ ഡാറ്റ സ്പേസ് 4 ദിവസം എന്നുള്ളത് കഴിഞ്ഞ ഒരു 3-4 മാസത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ടുള്ള ആകെ 15 ദിവസങ്ങളിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫസ്റ്റ് ക്വാർട്ടറിൽ മഴ പെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 15 ദിവസം. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ചെറിയൊരു ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ സ്പേസ് വളരെ കുറവും. ഈ കുറവാവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇൻസൈറ്റ്സിനനുസരിച്ചാണ് ആക്ഷൻസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ചെറിയ ഡാറ്റ സ്പേസ് ആണെങ്കിൽ ഇൻസൈറ്റ്സിൽ നോക്കുന്ന സമയത്ത് ദിസ് ഇസ് റിയലി ഗുഡ്, ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ആ ഇൻസൈറ്റ്സും വെച്ചിട്ട് നിങ്ങൾ ഇത് സ്കെയിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസപ്പോയിന്റിങ് ബിസിനസ് ഔട്ട്കം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഡാറ്റ സ്പേസ് ബിഗ്ഗർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ചാൻസസ് ഓഫ് സക്സസ് ഇൻ പെർഫോമൻസ് മാർക്കറ്റിംഗ് കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഡിഫറൻസ് എത്ര സ്പെൻഡ്, ഇപ്പൊ വേസ്റ്റഡ് സ്പെൻഡ് ആണ്. ഇപ്പൊ 10 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന ഒരു മാസം സ്പെൻഡ് ചെയ്യുന്ന ആള് നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോ അത്യാവശ്യം സ്പെൻഡ് ഉണ്ട്, അക്കൗണ്ട് നോക്കുന്ന സമയത്ത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ള സിറ്റുവേഷനിലോ. അതെ, ഞാൻ പിന്നെയും ലത്തീഫ് സാർ പറഞ്ഞ സിറ്റുവേഷൻ 20 ലക്ഷം സ്പെൻഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആയിരുന്നു ലത്തീഫ് സാർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഡിസ്കഷനിൽ പറഞ്ഞത് ഇത് ഇപ്പൊ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. കാരണം അതിന്റെ അക്കൗണ്ട് ലെവൽ ലേണിംഗ് ഫ്ലോഡ് ആയിട്ട് കിടക്കുക, അവരുടെ അക്കൗണ്ട്സ് വളരെ പുവർലി സ്ട്രക്ചർഡ്. അപ്പം സ്പെൻഡ് ആണോ ക്രൈറ്റീരിയ അല്ല, ഇനഫ് ഡാറ്റ വേണം. അപ്പൊ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനഫ് ഡാറ്റ എപ്പോഴാണ് ഉണ്ടാവുക, ഇനഫ് സ്പെൻഡ് ഉണ്ടാവുന്ന സമയത്ത്. അപ്പൊ നിങ്ങളുടെ ആഡ്സ് ഓൾറെഡി ലൈക്ക് ഒരു 10 crore ആളുകൾ കണ്ടിട്ട് അതിന്റെ റെസ്പോൺസസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. മനസ്സിലായി? 1 crore ആളുകൾ കണ്ട സമയത്ത് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇതാണ്, അല്ലെങ്കിൽ 1 million കണ്ട സമയത്ത് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇപ്പൊ ഞാൻ അഡീഷണൽ ഒരു 100 million ആളുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഇതാണെന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ കുറച്ചും കൂടെ പോസിബിൾ ആണ്.
അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് ഡിസപ്പോയിന്റിങ് ഔട്ട്കം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തതിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡെയിലി 10 കൺവേർഷൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു 100 കൺവേർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി 2 കൺവേർഷൻസ് 2 ലീഡ്സ് സെർച്ച് ചാർട്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഏകദേശം പെർഫോമൻസ് മാർക്കറ്റിങ്ങിലോട്ട് ക്വാളിഫൈ ചെയ്യാറുണ്ട്. അഗൈൻ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യും. ഡെയിലി ഒരു 10 എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് അതന്നെ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. അവിടെ ഇ കൊമേഴ്സ് ആണെങ്കിൽ ഇ കൊമേഴ്സിന് വേറെ, ബാക്കിയുള്ളവർക്ക് വേറെ, അങ്ങനെ ഓരോന്നിനും. കാരണം എന്താ വെച്ചപ്പോ നമ്മള് പല കമ്മ്യൂണിറ്റികളിലും നമ്മൾ മെമ്പറാണ് ഇന്റർനാഷണൽ ലെവൽ. അവർ പറയും ഓക്കെ ഇന്ത്യയിലേക്ക് നിങ്ങൾ ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരണം, പുതിയ പ്രൊഡക്റ്റ് ഇന്ന നീഷാണ്, ഇന്ന കാറ്റഗറിയാണ്, അപ്പൊ ഇവിടുത്തെ CPM കോസ്റ്റ് എത്രയാണ്, CTR എത്ര ആവറേജ് കിട്ടുക. അതും ഈ പറയുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അക്കൗണ്ട് ലെവൽ ലേണിംഗ്, ആഡ്സെറ്റ് ലെവൽ ലേണിംഗ്, ക്യാമ്പയിൻ ലെവൽ ലേണിംഗ്. ഈ പറയുന്ന 3 ലേണിംഗ്സും കിട്ടിയിട്ടുള്ള അക്കൗണ്ടുകളാണെങ്കിൽ എങ്ങനെ, ഏജൻസി ബേസ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ എങ്ങനെ, ഡിഫറെന്റ് ഇൻഡസ്ട്രികൾ കളിച്ച അക്കൗണ്ട് ആണെങ്കിൽ എങ്ങനെ, ഇങ്ങനെ ഓരോ പോയിന്റുകൾ അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ ഈ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നത്. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡേറ്റ ഫ്രാഗ്മെന്റഡ് ആണ്, നമ്മുടെ ഡേറ്റ വളരെ ഫ്രാഗ്മെന്റഡ് ആണ്, വളരെ സ്മോൾ സൈസ് ആണുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പ്രോബബിലിറ്റി സ്റ്റഡി നമുക്ക് കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല, പക്ഷെ ഒരു അസംഷൻ വെച്ച് പോവാം. പക്ഷെ ഞാൻ ഇവിടെ കണ്ട വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രാൻഡിങ്ങിന്റെ ആസ്പെക്റ്റും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ബ്രാൻഡിങ് എന്ന് പറഞ്ഞത് ഓർഗാനിക് ട്രാഫിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പോലെ, അല്ലെങ്കിൽ കണ്ടന്റിന്റെ സിൻഡിക്കേഷൻ പോലെ, കണ്ടന്റ് കറക്റ്റ് ആയിട്ട് ഫ്ലഡ് ചെയ്യുന്നത് പോലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മളെ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാനുള്ള രീതിയിൽ നമ്മളെ കണ്ടന്റ് മോൾഡ് ചെയ്യണത് പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഒരുവിധം കമ്പനികളൊന്നും ഇന്ത്യയിൽ ഈ പറയുന്ന കൺസെപ്റ്റ് ചെയ്യാറില്ല. ഇപ്പൊ D2C മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താ വെച്ചാൽ ഒരു മെറ്റൽ പേജ് തുടങ്ങുന്നു, കണ്ടന്റ് എടുത്തിടുന്നു, 4 ആഡ് ചെയ്യുന്നു, ചെയ്ത് കഴിഞ്ഞാൽ 2-3 സെയിൽ വരും. സെയിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ പറയും ഞാനൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത് എനിക്ക് ഇത്ര റോയാസ് കിട്ടി, അത്ര റോയാസ് കിട്ടി എന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒരു ബിസിനസിന്റെ സ്കെയിലബിൾ മോഡലിലേക്ക് അല്ല അത് വർക്ക് ചെയ്യണത്. അപ്പൊ അത് ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഇത്രയും കാലം പരിചയിച്ചിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ, മെറ്റയില് ബ്രോഡ് ടാർഗറ്റിങ്ങും ബിഹേവിയർ ടാർഗറ്റിങ്ങിന്റെയും പോലത്തെ ഇൻട്രസ്റ്റ് ടാർഗറ്റിങ്, ഈ ടാർഗറ്റിങ്ങുകൾക്കൊക്കെ ഇപ്പൊ സാധ്യതകൾ ഉണ്ടോ, അതോ മെറ്റയുടെ ആൽഗോരിതം തന്നെ അത്രത്തോളം അഡ്വാൻസ്ഡ് ആണോ? ഇപ്പോ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കുറെ ക്ലയൻസിന്, അതായത് ചില ക്ലയൻസ് 10 lakhs മുകളിൽ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു മേ ബി ഒരു സീക്രട്ട് കോഡ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിട്ട് ഞാനത് റിവീൽ ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പ്രോസ്പെക്ടിങ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് തന്നെ റെഫറൻസ് എടുക്കുകയാണ്. പ്രോസ്പെക്ടിങ് ആഡിൽ ഞാനൊരു ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ആണ് ഞാൻ ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ ഞാൻ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വിന്നിങ് ക്രിയേറ്റീവ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ബിഗ്ഗസ്റ്റ് വേരിയബിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങളെ ആഡ്സ് ആണ്. ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഇമേജ് ആയിരിക്കാം, ജിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കരോസൽസ് ആയിരിക്കാം, ഓർ മേ ബി വീഡിയോസ് ആയിരിക്കാം. അപ്പം ഇതിലൊരു വിന്നിങ് ക്രിയേറ്റീവ് കണ്ടെത്തുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഓഡിയൻസ് അല്ല ഫസ്റ്റ്. കാരണം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അറിയാം ഒരു ബോൾ പാർക്ക് ഫിഗർ ഉണ്ടായിരിക്കുമല്ലോ, ഹു ഈസ് ഗോയിങ് ടു ബി യുവർ ഹൈ കൺവേർട്ടിംഗ് ഓഡിയൻസ് എന്നുള്ളത്. ആ അസംഷൻ അവിടെ അതുപോലെ വെച്ചിട്ട് അത് നമ്മൾ ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഓഡിയൻസ് കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഓഡിയൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ലെവലിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു ഡിഫറെന്റ് പാക്ക് ആയിട്ട് ലോഞ്ച് ചെയ്യും. അപ്പൊ എപ്പോഴും ഒരു മിനിമം 3 ആഡ്സ് എങ്കിലും വേണം ഒരു പാക്കിന്. അപ്പൊ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു ആഡ് സെറ്റ് ആണ് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ നിങ്ങളൊരു ഓഡിയൻസ് ഓക്കെ, ഇതാണ് എന്റെ ബെസ്റ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. അത് നിങ്ങൾ ഇൻട്രസ്റ്റ്, ഇപ്പൊ ബേസിക്കലി ഫസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ലെവൽ ചെയ്തോളൂ. ഇപ്പൊ ലെറ്റ്സ് ഒരു ജിം ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആണല്ലോ. ഇപ്പൊ ഫിറ്റ്നസ്സിൽ പേഴ്സണൽ ട്രെയിനിങ് ഇങ്ങനത്തെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാൻസ് ഉള്ള ഇൻട്രസ്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾ മേ ബി അഡ്വാൻറ്റേജ് പ്ലസ് ഫസ്റ്റ് ക്യാമ്പയിനിൽ ലോഞ്ച് ചെയ്ത് ഒറിജിനൽ ഓഡിയൻസിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യാം. ഓക്കെ, അഡ്വാൻറ്റേജ് പ്ലസ് നെക്സ്റ്റ് സ്കെയിലിംഗ് ക്യാമ്പയിനിലാണ് അഡ്വാൻറ്റേജിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനീഷ്യലി കുറച്ച് തോന്നിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പാക്ക് ഒരു 3 ആഡ്സ് മിനിമം 3 ആഡ്സിലെ ആഡ് സെറ്റുകൾ ലോഞ്ച് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ആഡ് സെറ്റ് വരുന്ന സമയത്ത് അപ്പൊ ഒരു പാക്ക് ഉണ്ട്, 3 ആഡ്സ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ അടുത്ത പാക്ക് ലോഞ്ച് ചെയ്യുക, അതിലൊരു 5 ആഡ്സ് ഉണ്ട്. പിന്നെ ഒരു വീക്ക് വേറെ പാക്ക് ലോഞ്ച് ചെയ്ത് അങ്ങനെ കുറച്ച് പാക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓഡിയൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ക്രിയേറ്റീവ്സ് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യും. എപ്പോഴും ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ സമയം കൊടുക്കണം.
കാരണം നമ്മളെപ്പോഴും ഇപ്പൊ ചെയ്യേണ്ട സാധനം, ഞാൻ ഒരിക്കലും ഡെയിലി ബഡ്ജറ്റിൽ ആഡ്സ് ക്യാമ്പയിൻ റൺ ചെയ്യാറില്ല. കാരണം നമ്മളുടെ കൺവേർഷൻസ് ഒരിക്കലും ലീനിയർ ആയിട്ടായിരിക്കണം എന്നില്ല അക്രോസ് പോകേണ്ടത്. കാരണം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ നോക്കുന്ന സമയത്ത് ചില അക്കൗണ്ട്സിന് വീക്കെൻഡിലായിരിക്കും ബെസ്റ്റ് കൺവേർഷൻസ്, അതായത് കോസ്റ്റ് പെർ കൺവേർഷൻസ് അല്ലെങ്കിൽ CP എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം കോസ്റ്റ് പെർ ആക്ഷൻസ്. അപ്പം നമ്മൾക്ക് ചിലപ്പം കോസ്റ്റ് പെർ പർച്ചേസ് ചിലപ്പം 500 റുപ്പീസ് അല്ലെങ്കിൽ 400 റുപ്പീസ് ആയിരിക്കും വീക്കെൻഡിൽ. വീക്ക് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പം നമ്മൾ വീക്കിലി ബഡ്ജറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെറ്റക്ക് ഓൾറെഡി അറിയാം, മെറ്റ ആൽഗോരിതത്തിന് അറിയാം പാസ്റ്റ് വീക്കിലെ പെർഫോമൻസ് വെച്ചിട്ട് ഓക്കെ അമീന്റെ ക്യാമ്പയിന് പെർഫോം ചെയ്യാൻ ചാൻസ് മൺഡേ തേഴ്സ്ഡേ ആൻഡ് സൺഡേ ആണെന്നുള്ളത്. അപ്പൊ ആ ദിവസങ്ങളിൽ കൂടുതൽ സ്പെൻഡ് പോകും, ബാക്കി ദിവസങ്ങളിൽ സ്പെൻഡ് കുറവായിരിക്കും. നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് സ്പെൻഡ് എല്ലാ ദിവസവും പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഏറ്റവും ബെസ്റ്റ് കൺവേർഷൻസ് ഉള്ള ദിവസങ്ങളിൽ അണ്ടർ സ്പെൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് വരാം. സോ എനിവേ എന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നിങ്ങൾ വിന്നിംഗ് ക്രിയേറ്റീവ്സ് കണ്ടെത്തുക. വിന്നിംഗ് ക്രിയേറ്റീവ്സ് കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് സ്റ്റിൽ റെലവെന്റ് ആണ്. അതായത് നെക്സ്റ്റ് 2 years കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഐ വിൽ ഹാവ് എ ഡിഫറെന്റ് ആൻസർ. ഇപ്പൊ ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ ഒരിക്കലും മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ബണ്ടിൽ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഒരു ആഡ് സെറ്റ് CBOന്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പൊ CBOന്റെ ഉള്ളിൽ എത്ര ആഡ് സെറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാം. അപ്പൊ CBOയിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ആകുമ്പോൾ ലെറ്റ്സ് ഒരു 5 ആഡ് സെറ്റ് ഉണ്ട്. 5 ആഡ് സെറ്റിൽ ഒരു ആഡ് സെറ്റിന് കസ്റ്റമർ അക്വയർ ചെയ്യാൻ 100 റുപ്പീസ് മതി. പിന്നെ വേറെ ആഡ് സെറ്റിന് 200 റുപ്പീസ് വേണം, ചിലതിന് 300 വേണമെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാത്തിനും ഈക്വൽ ആയിട്ട് അവരെ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ലെറ്റ്സ് നിങ്ങളുടെ ഒരു ഡെയിലി സ്പെൻഡ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണ്. ഇപ്പൊ ഒരു ആഡ് സെറ്റ് 100 റുപ്പീസിന് കസ്റ്റമർ അക്വയർ ചെയ്യും, രണ്ടാമത്തത് 250 റുപ്പീസിൽ കസ്റ്റമർ അക്വയർ ചെയ്യും, മൂന്നാമത്തത് 500 റുപ്പീസിൽ കസ്റ്റമർ അക്വയർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ 1000 റുപ്പീസ് ആഡ് സ്പെൻഡ് ചെയ്യുമ്പോൾ 100ൽ ഇട്ട് കഴിഞ്ഞാൽ 10 കസ്റ്റമർ കിട്ടും. കാരണം 100 ആണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഇപ്പൊ 100 10 ആണ് 1000 ആവുന്നത്. അതുപോലെ 250ൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 4 കസ്റ്റമർ ആണ്. 500 കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഉള്ള ആഡ് സെറ്റിൽ പോകുന്ന സമയത്ത് 2 കസ്റ്റമർ ആണ്. അപ്പൊ മെറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് ലിവറേജ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ക്യാമ്പയിൻ ആയിരിക്കും. അതായത് ഏറ്റവും കുറച്ച് കോസ്റ്റ് പെർ അക്വിസിഷൻ ഉള്ള 100 റുപ്പീസിന് കസ്റ്റമർ കിട്ടുന്ന, ഞാൻ D2C ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു ബിയർഡ് ഓയിൽ ഉണ്ട്. ആ ബിയർഡ് ഓയിലിൽ ഏകദേശം 170 റുപ്പീസ് ആണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതേ CBOയിൽ തന്നെ ഞാൻ ലൈക്ക് ഈ പ്രൊഡക്റ്റിന് 799 ആണ് റേറ്റ്. അതായത് 1000 റുപ്പീസ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വരുന്ന ആഡ്സ് ഉണ്ട് അതിൽ. അപ്പൊ ഓക്കെ, അതിൽ 170 ഉള്ളതുണ്ട്, 230 ഉള്ളതുണ്ട്, 430 ഉള്ളതുണ്ട്, പിന്നെ ഒരു 700 ചേഞ്ചിലുള്ള ആഡ് സെറ്റുകളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ലൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത സമയത്താണ് വിന്നർ ആരാന്ന് മനസ്സിലാവും. മറ്റേ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ വിചാരിക്കുന്ന ആഡ്സ് ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന 170 കോസ്റ്റ് പെർ പർച്ചേസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് കോസ്റ്റ് പെർ വെബ്സൈറ്റ് പർച്ചേസ് ഉള്ള ഈ ആഡ് എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാന്ന് വിചാരിച്ച ആഡ്സ് ആക്ച്വലി 470 റുപ്പീസിനാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വരുന്നത്. അപ്പം നിങ്ങളുടെ ഓഡിയൻസ് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മാതിരി ആവണമെന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെറ്റക്ക് നമ്മൾ മാക്സിമം ഇപ്പം 5 ഹെഡ്ലൈൻസ് ആണ് അതിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റ ഹെഡ്ലൈൻസിൽ നിങ്ങൾ കൊടുക്കരുത്. 5 ഡിഫറെന്റ് ഹെഡ്ലൈൻസ് കൊടുക്കുക, 15 ഡിഫറെന്റ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. അപ്പൊ മാക്സിമം കോമ്പിനേഷൻസ് കൊടുക്കുമ്പോഴാണ് ഈ മെറ്റക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ്സിൽ കാണിക്കാൻ പറ്റുള്ളൂ വാട്ട് എക്സാക്ട്ലി റെസനേറ്റ് വിത്ത് യുവർ ഓഡിയൻസ് എന്നുള്ളത്. ഓക്കെ, ഹലോ, അപ്പൊ നമ്മൾ ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷനിൽ ഫസ്റ്റ് നിങ്ങൾ വിന്നിംഗ് ക്രിയേറ്റീവ്സ് കണ്ടതിന് ശേഷം നിങ്ങൾ ഓരോ ഇൻട്രസ്റ്റിലും ടെസ്റ്റ് ചെയ്യുക. അപ്പം ഒരു ഇൻഡസ്ട്രി ആണ് ഹെൽത്ത്, ലെറ്റ്സ് ജിമ്മിന്റെ ക്യാമ്പയിൻ ആണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ്സ് സപ്ലിമെന്റ്സ് എടുക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇനി ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എടുത്തിട്ട്. അപ്പൊ വിന്നിംഗ് ക്രിയേറ്റീവ്സ് മാത്രം എടുക്കാൻ പാടുള്ളൂ ഇൻട്രസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അല്ലാണ്ട് ഇൻട്രസ്റ്റിൽ മറ്റേന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നു, അതിൽ 3-4 ആഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഡിഫറെന്റ് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾ ഹൈ കൺവേർട്ടിംഗ് ഇൻട്രസ്റ്റും ലോ കൺവേർട്ടിംഗ് ആഡും തമ്മിലാണ് ക്ലബ് ആവുന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ആട്രിബ്യൂട്ട് ആവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഈ CBO ABO ക്യാമ്പയിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ? ഓക്കെ, ഷുവർ, നൈസ് ക്വസ്റ്റ്യൻ. CBOനെ കുറിച്ച് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു, ഇനി ABO മാത്രം പറഞ്ഞാൽ മതി. ABO ഏത് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്? ഓക്കെ, ഇപ്പൊ ABOയുടെ കേസ് എന്ന് പറഞ്ഞാൽ ABO എന്ന് പറഞ്ഞാൽ ആഡ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ, CBO ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ. വെരി സിമ്പിൾ ആണ്. ഇപ്പം ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നവർക്ക് അറിയാം ക്യാമ്പയിൻ ലെവലിൽ മാത്രമേ നമുക്ക് ഗൂഗിൾ ആഡ്സിൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മെറ്റ ആഡ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പയിൻ ലെവലിലും സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആഡ് സെറ്റ് ലെവലിലും സെറ്റ് ചെയ്യാം. ഇപ്പൊ ലെറ്റ്സ് നമ്മള് ഇപ്പൊ ആഡ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഓക്കെ US-ലും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് US-ൽ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കോസ്റ്റ് പെർ പർച്ചേസ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കോസ്റ്റ് പെർ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മാർക്കറ്റ് ആണ്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് യു എസിൽ ഒരു ഡിഫറൻറ്റ് യു എസിൽ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് ലെറ്റ്സ് ഒരു 10,000 റുപ്പീസ് ആണ് പെർ ഡേ. പക്ഷെ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ 2,000 ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ABO ചൂസ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ആഡ്സെറ്റ് ലെവലിൽ, കാരണം നമ്മൾ ഓഡിയൻസ് ഡിഫൈൻ ചെയ്യുന്നത് ആഡ്സെറ്റ് ലെവലിലാണ്. അപ്പൊ ആഡ്സെറ്റ് ലെവലിൽ കുറച്ചും കൂടെ കൺട്രോൾ നമുക്ക് വരും. ഇപ്പൊ യു എസിലുള്ള ക്യാമ്പയിന് 10,000 റുപ്പീസ്, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ക്യാമ്പയിൻ 2,000. ഇനി വേറെ ഏതെങ്കിലും കൺട്രീസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇൻ കേസ് യു എസ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യന്റെ ക്യാമ്പയിൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കുറച്ചും കൂടെ കൺട്രോൾ പോസിബിൾ ആണ്. CBO എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത്, we don't care from where we get the purchase. It could be from US, could be from Bangladesh, could be from പാകിസ്ഥാൻ, എവിടുന്ന് ആയിക്കോട്ടെ. എനിക്ക് വേണ്ടത് ലീസ്റ്റ് കോസ്റ്റ് പെർ പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ CBOയിൽ ലോഞ്ച് ചെയ്യും, എന്നിട്ട് ഡിഫറെന്റ് ഓഡിയൻസ്. കാരണം നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ നമ്മളുടെ ആഡ് സെറ്റിൽ നമുക്ക് എല്ലാ കൺട്രീസ് ഇട്ട് കഴിഞ്ഞാൽ ഈ റിസൾട്ട് കിട്ടും. ഒരു ആഡ് സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിൽ നമ്മൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, US, ഓസ്ട്രേലിയ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ടിന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റിസൾട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്ക് ഏറ്റവും കുറച്ച് കോസ്റ്റ് പെർ പർച്ചേസ് ഉള്ള കൺട്രിയിലോട്ട് സെർവ് ചെയ്യുക. പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല എവിടുന്നാണ് ഈ സെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് സ്കെയിലബിലിറ്റിക്ക് വേണ്ടി നമുക്ക് അറിയണം ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതാണെന്നുള്ളത് അറിയണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഡ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ പോകും. ഓക്കെ അമീന, ഇനി അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പൊ നമ്മൾ അവയർനെസിന്റെ സ്റ്റേജ് കടന്നിട്ട് നമുക്ക് എൻഗേജ്മെന്റിന്റെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഡേറ്റ ഡ്രിവൺ അപ്രോച്ചിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു ഫ്രഷ് ഓഡിയൻസിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ എൻഗേജ്ഡ് ഓഡിയൻസിനെയാണ് അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? എൻഗേജ്ഡ് ഓഡിയൻസ്, കാരണം എന്താ വെച്ചാൽ എൻഗേജ്ഡ് ഓഡിയൻസിന്റെ മുകളിൽ നമുക്ക് ഒന്നുകൂടി സ്കെയിൽ ചെയ്യാനുള്ള കൺവെർട്ടബിലിറ്റി കൂടുതലുള്ളത്. ഈ സിറ്റുവേഷനിൽ ഫേസ്ബുക്കിന്റെ മൊബൈൽ ഡേറ്റ ഫെച്ചിങ് മെത്തേഡ് ആയിട്ടുള്ള പിക്സലും സെർവർ ടാഗിംഗ് ആയിട്ടുള്ള കാപ്പിയും തമ്മിലുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസ് എന്താണ്? എങ്ങനെയാണ് അതിനെ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്? വെരി സിമ്പിൾ ആയിട്ട് ലേമാൻ ടേംസിലോട്ട് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ്സ് ക്യാമ്പയിൻ ലെവലിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മിനിമം പ്രൈസിന് ലീഡ്സ് ആണ്. അപ്പം നമ്മളെല്ലാവരും ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് മാക്സിമൈസ് കൺവേർഷൻ അല്ലെങ്കിൽ മാക്സിമൈസ് മെസ്സേജിങ് കൺവേർഷൻസ്, അതായത് നമ്മളുടെ വാട്സാപ്പിലോട്ട് വരുന്ന എൻക്വയറീസിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എന്നിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ലീഡ്സിനൊന്നും ക്വാളിറ്റി ഇല്ലാന്നുണ്ട്. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് എന്താണ്, മാക്സിമം എൻക്വയറീസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 10 റുപ്പീസിന് എൻക്വയറീസ് വരുന്നുണ്ടാവും, 100 റുപ്പീസിന് വരുന്നുണ്ടാവും, 200 റുപ്പീസിന് വരുന്നുണ്ടാവും. കാരണം എൻക്വയറീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് കൺവേർട്ട് ആവണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെയിൽസ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. കാരണം ലീഡ് ജനറേഷൻ ആവുന്ന സമയത്ത് മോസ്റ്റ്ലി കൺവേർഷൻസ് നടക്കുന്നത് ഓഫ്ലൈൻ കൺവേർഷൻസ് ആണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ API ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള 1000 ലീഡ്സിൽ അല്ലെങ്കിൽ 100 ലീഡ്സിൽ ആരൊക്കെ കൺവേർട്ട് ആയി അവരുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും വെച്ചിട്ട് കൺവേർഷൻസ് തിരിച്ച് ഫേസ്ബുക്കിലോട്ട് പാസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ലെറ്റ്സ് ജനറലി ഇപ്പൊ ഞാൻ കാണുന്ന ഒരു കൺവേർഷൻ റേഷ്യോ ആവറേജ് വരുന്ന സമയത്ത് ഒരു 5-6% കൺവേർഷൻസ് ആണ്. 2% ഇപ്പൊ നമ്മളുടെ ഞാൻ ചെയ്യുന്ന ഷോപ്പിഫൈ അക്കൗണ്ട്സ് ഒക്കെ 3%, 2%, 1% കൺവേർഷൻസ് ഉള്ള ഷോപ്പിഫൈ അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ ജനറലി ലീഡ് ജനറേഷനിൽ ഒരു 5+ കൺവേർഷൻസ് ആയിരിക്കും നിങ്ങളുടെ ലീഡ്സിൽ വരുന്നത്. അതായത് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന 100 ലീഡ്സിൽ ആകെ കൺവേർട്ട് ആവുന്നത് 5 ലീഡ്സ് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ഈ 100 ലീഡ്സ് ആണ് കൺവേർട്ട് ആവുന്നത് എന്നുള്ളൊരു ലേണിംഗ് ആണ് നിങ്ങൾ മറ്റേക്ക് കറന്റ് ഉള്ളത്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന ഓരോ ദിവസം 100 ലീഡ്സ് വരുന്നു, ഇന്ന് 100 വരുന്നു, നാളെ 100 വരുന്നു, മറ്റന്നാൾ 100 വരുന്നു. ഈ 300 വന്ന് ടോട്ടൽ 300 ലീഡ്സ് ആണ് മെറ്റയുടെ ലേണിംഗിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ലീഡ്സേ വരുള്ളൂ. അപ്പൊ അതിൽ ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ കൺവേർട്ട് ആവാത്ത 95 ലീഡ്സ് ഉണ്ട്. അതും നിങ്ങളുടെ ആൽഗരിതത്തിലോട്ട് പോകുന്ന സമയത്ത് ഇതുപോലത്തെ ലീഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ ചാൻസ്. ഇൻസ്റ്റഡ് നിങ്ങൾ കൺവേർഷൻ വിത്ത് വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത്, അതായത് 100 ലീഡ്സിൽ 5 കൺവേർട്ട് ആയി, ഈ 5 കൺവേർട്ട് ആയുടെ പേര് ഇതാണ്, മൊബൈൽ നമ്പർ ഇതാണ്, ഇമെയിൽ ID ഇതാണ് എന്നുള്ളൊരു പാസ് ചെയ്യുന്ന സമയത്ത് മെറ്റ കുഡ് മോർ ഫോക്കസ് ഓൺ റവന്യൂ. അതായത് കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് അമീൻ കൺവേർട്ട് ആയ സമയത്ത് ലെറ്റ്സ് 10,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഇതാണ് അമീന്റെ ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ഇങ്ങനത്തെ ആളുകളിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി മെറ്റ നോക്കും. അപ്പം ഈ കൺവേർഷൻ API എന്ന് പറയുന്നത് നിങ്ങളുടെ കൺവേർഷൻ വാല്യൂ ഓഫ്ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റ്, ഇപ്പൊ ഷോപ്പിഫൈ ഒക്കെ ആണെങ്കിൽ വെരി ഈസിയാണ്. കാരണം ഓൾറെഡി നിങ്ങൾ സ്റ്റോർ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൺവേർഷൻ നിങ്ങളുടെ സൈറ്റിൽ വരുന്നതിന്റെ 1-2% കൺവേർട്ട് ആവുന്നത്. അതായത് ടോട്ടൽ 10,000 ട്രാഫിക് വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കൺവേർട്ട് ആവുന്നത് വെറും 100-200 ലീഡ്സ് ആണ്. ഓക്കെ, കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഈ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ തിരിച്ച് ഫേസ്ബുക്കിലോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഷോപ്പിഫൈ സൈറ്റ് ഒക്കെ റോആസ് വെച്ചിട്ട് നമുക്ക്
സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഞാൻ ഇത്ര സ്പെൻഡ് ചെയ്യും, അതിന്റെ 5 ഇരട്ടി റിട്ടേൺ എനിക്ക് വേണം, അല്ലെങ്കിൽ 3 ഇരട്ടി റിട്ടേൺ വേണമെന്ന് പ്രോപ്പർ ആയിട്ട് സ്കെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് റോസ് ടാർഗറ്റ് മെത്തേഡ് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ റവന്യൂ. കാരണം റോസിന്റെ ഫുൾ ഫോം റവന്യൂ ഓൺ ആഡ് സ്പെൻഡ് ആണ്. ഇപ്പൊ റവന്യൂ എത്രയാണെന്നുള്ള മെത്തേഡ് അറിഞ്ഞാൽ മാത്രമേ ഈ റവന്യൂ ഓൺ ആഡ് സ്പെൻഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി നമ്മൾ ലീഡ് ജനറേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ കൂടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കാൽക്കുലേഷൻ വേണം. ഓക്കെ, ഈ വന്ന ലീഡ്സിന്റെ റോസ് എനിക്ക് 3 ആണ്, 5 ആണ്. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ റോസ് 12 ആണ്. അവർ എത്രയാണ്? അവർ 12 lakhs സ്പെൻഡ് ചെയ്തിട്ട് 98 lakhs റിട്ടേൺ കിട്ടി. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്യുന്ന ലീഡ്സിന്റെ ആരൊക്കെ കൺവേർട്ട് ആവും 27,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് ആണ്. അത് വിത്തിൻ ദാറ്റ് 7 days തന്നെ നമ്മൾ എന്ത് ചെയ്യും? കാരണം 7 days സെയിൽസ് സൈക്കിൾ ഉണ്ടാവില്ല. കാരണം ഇന്ന് വിളിച്ചിട്ട് ഇന്ന് തന്നെ കൺവേർട്ട് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പൊ വിത്തിൻ 7 days അവിടെ ഒരു ആവറേജ് സെയിൽസ് സൈക്കിൾ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളപ്പോ പ്രോപ്പർ ആയിട്ട് ആ ഡാറ്റ CRM വഴി പുഷ് ചെയ്യോ. CRM വഴി പുഷ് ചെയ്യുമ്പോൾ API കോൾ മതി. അതായത് നിങ്ങൾ മാനുവൽ ആയിട്ട് ഓരോ സമയത്തും ഗൂഗിൾ ഷീറ്റ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നിങ്ങളെ CRM കൺവേർഷൻസ് മാപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കൺവേർഷൻസ് മറ്റേലോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു CRM ഇല്ല, വെരി ബേസിക് ചെറിയ സ്പെൻഡും CRM ഒന്നും മാനേജ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ഷീറ്റ് വഴി അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സൽ ഷീറ്റ് വഴിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൺവേർഷൻസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസിന്റെ ബോട്ടം ലൈൻ ഹിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വാനിറ്റി മെട്രിക്സ് ആണ്. നമ്മൾ ഈ കാണുന്ന കോസ്റ്റ് പെർ ലീഡും കാര്യങ്ങളൊക്കെ വാനിറ്റി മെട്രിക്സ് ആണ്. അൺടിൽ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോസ്റ്റ് പെർ ലീഡ് 10 rupees ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 10 rupeesന് വരുന്ന ലീഡ്സ് 1% കൺവേർഷൻ ഇല്ല. പക്ഷെ 100 rupeesന് വരുന്ന ലീഡ്സ് നിങ്ങൾക്ക് 10% കൺവേർഷൻ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ബെറ്റർ ഏതാണെന്നുള്ളത്. ഓക്കെ, ഈ പിന്നെ നമ്മളിനി ആട്രിബ്യൂഷൻ സൈക്കിളിലൊക്കെ കടക്കാം. നമ്മളെ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം ആട്രിബ്യൂഷൻ സൈക്കിൾ. ഈ ആട്രിബ്യൂഷൻ സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ ലെയ്മാൻ ടേമിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ആട്രിബ്യൂഷൻ സൈക്കിൾസ് ഈ മിസ് അലൈൻഡ് ഡാറ്റകൾ പല സോഴ്സിൽ നിന്നും കിട്ടുന്ന സമയത്ത് ഇതിനെ അമാൽഗമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രക്ചറൈസ് ചെയ്യാൻ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? കാരണം ആട്രിബ്യൂഷനെ വളരെ നൈവായിട്ടാണ് ആൾക്കാർ കാണാറ്. ആട്രിബ്യൂഷനെ ഒരു തരത്തിലും ഇമ്പോർട്ടന്റ് സ്ട്രക്ചറിലേക്ക് കാണാറില്ല. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ച 7 days ആണ് ഞങ്ങൾ വെക്കാറ്. അപ്പൊ ഒരു 7 day ആട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്ക് വെക്കുന്നത്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ നിങ്ങൾ ആവറേജ് ഓർഡർ വാല്യൂ കൂടിയ ഒരു പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് ആ വിൻഡോ സൈസ് ആണ് നിങ്ങൾ അതിന്റെ ലിവറേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂഷൻസ്, മോഡൽസ്, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, കൂൾ. ഇപ്പൊ നമുക്ക് ആട്രിബ്യൂഷൻ മോഡൽ മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഉള്ളത്. ഇപ്പൊ ഞാൻ വെരി സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ക്ലിക്ക്, ലാസ്റ്റ് ക്ലിക്ക്, ലീനിയർ മോഡൽ, അങ്ങനെ കുറെ പൊസിഷൻ ബേസ്ഡ് മോഡൽ, അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട്. ഇപ്പൊ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ടികെ കൂടി എടുക്കാം. ടൈം ടികെ കൂടെ എടുക്കാം, ടൈം ടികെ മോഡലും കൂടെ എടുക്കാം. യെസ്. പക്ഷെ നമ്മളിപ്പം പ്രോപ്പർ ആയിട്ട് സ്മാർട്ട് ആയിട്ടുള്ള ആട്രിബ്യൂഷൻ മോഡലാണ് വരുന്നത്. ഗൂഗിൾ ആഡ്സിലൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊസിഷൻ ബേസ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ഷോപ്പ്, നിങ്ങളുടെ സ്റ്റോർ അവർ കണ്ടത്. ഇപ്പൊ ഫേസ്ബുക്കിൽ നിന്നാണ് അവർ വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളൊരു ക്യാമ്പയിൻ നമ്പർ 1 ആണ് ആക്ച്വലി. ലെറ്റ്സ് നിങ്ങൾ 3 ക്യാമ്പയിൻസ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഒന്ന് പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ, ഒന്ന് റീടാർഗറ്റിംഗ് ക്യാമ്പയിൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ ലെറ്റ്സ് ആട്രിബ്യൂഷൻ വിൻഡോ 7 days ആണ് വിചാരിക്കും. അപ്പൊ 7 days ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സ്റ്റോറിൽ കയറി വിത്തിൻ 7 daysന്റെ ഉള്ളിലാണ് കൺവേർഷൻ വന്നെങ്കിൽ ഏത് ക്യാമ്പയിനാണോ സ്റ്റോറിലോട്ട് കയറിയത് ആ ക്യാമ്പയിനിലോട്ടായിരിക്കും അതിന്റെ കൺവേർഷൻ ആട്രിബ്യൂഷൻ പോവുക. അപ്പൊ ലെറ്റ്സ് ക്യാമ്പയിൻ നമ്പർ 1. ക്യാമ്പയിൻ നമ്പർ 1 ഈ മൺഡേ ക്യാമ്പയിൻ നമ്പർ 1 കണ്ടു. എന്നിട്ട് ആളുകൾ പിന്നെ നിങ്ങളുടെ സ്റ്റോറിൽ കയറി പർച്ചേസ് ചെയ്യുന്നത് ഈ സൺഡേന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ക്യാമ്പയിൻ 1 അതിന്റെ ആട്രിബ്യൂഷൻ കിട്ടുക. ഓക്കെ. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ക്ലിക്ക് മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതേ സമയത്ത് പിന്നെ നിങ്ങൾ ആ സെയിം പേഴ്സൺ മേ ബി കൺവേർട്ട് ആവുന്നത് നെക്സ്റ്റ് വീക്കിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ആട്രിബ്യൂഷൻ കിട്ടില്ല. പക്ഷെ ആ കൺവേർട്ട് ആവുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? ലെറ്റ്സ് ഇപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റ് കണ്ടു, ഒരു വീക്ക് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു, പക്ഷെ ഞാൻ സൺഡേന്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്തില്ല, നെക്സ്റ്റ് വെനസ്ഡേ പർച്ചേസ് ചെയ്തു. പക്ഷെ പർച്ചേസ് ചെയ്യാനുള്ള സ്റ്റിൽ റീസൺ ഞാൻ ക്യാമ്പയിൻ 1 കണ്ടത്, വേറെ രീതിയിലൊന്നും ഞാൻ അവർ എക്സ്പോഷർ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ നെക്സ്റ്റ് വെനസ്ഡേ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. പ്രശ്നം എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ക്യാമ്പയിൻ അതിന്റെ ആട്രിബ്യൂഷൻ കിട്ടില്ല. നമ്മൾ റിപ്പോർട്ടിൽ നോക്കുമ്പോൾ ഈ ക്യാമ്പയിൻ അല്ല റീസൺ. ആ റീസൺ നമ്മൾ നോക്കുമ്പോൾ ഓർഗാനിക് ട്രാഫിക്കും അല്ലായിരിക്കും. കാരണം ഞാൻ ഓർഗാനിക് ആയിട്ടാണ് സെർച്ച് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട പ്രോപ്പർ ആയിട്ട് ആട്രിബ്യൂഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സെയിൽസ് സൈക്കിൾ 10 ദിവസമാണ്, പക്ഷെ നിങ്ങൾ ആട്രിബ്യൂഷൻ മോഡലിൽ 7 day ക്ലിക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരാൾ കൺസിഡർ ചെയ്ത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 10 ദിവസം വേണം. പക്ഷെ നിങ്ങൾ ആട്രിബ്യൂഷൻ മോഡ് 7 days ഉള്ളൂ. നിങ്ങൾ സക്സസ് ആവുന്ന ക്യാമ്പയിൻ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. കാരണം സക്സസ് ആവുന്ന ക്യാമ്പയിൻ തന്നെ ഈ 7 daysന്റെ ഉള്ളിൽ പർച്ചേസ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇതേ ക്യാമ്പയിൻ സക്സസ് ആണ്, കാരണം 10th daysലാണ് പർച്ചേസ് നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സെയിൽസ് സൈക്കിൾ എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ അറിയണം.
ഒരു ആവറേജ് കസ്റ്റമറെ നിങ്ങളെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവയർനെസ് സ്റ്റേജിൽ നിന്ന് പ്രൊഡക്റ്റ് കൺവേർട്ട് ചെയ്യുന്ന ലെവലിൽ എത്ര സമയം എടുക്കുന്നു എന്ന് അറിയണം. അതാണ് നിങ്ങളെ ആട്രിബ്യൂഷൻ മോഡൽ ആക്കിയിട്ട് നോക്കേണ്ടത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങളെ പ്രൊഡക്റ്റ് അനുസരിച്ചാ. ഇപ്പൊ നിങ്ങൾ ലെറ്റ്സ് നിങ്ങൾ ഒരു വലിയ മേ ബി ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ സെല് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ 7 days ആട്രിബ്യൂഷൻ പോയിട്ട് 30 days ആട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആ ക്യാമ്പയിന് സക്സസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുന്ന ആൾ ഒരിക്കലും 30 days ഞാൻ ഇന്ന് പരസ്യം കണ്ടുന്ന ഓക്കെ 1 കോടിയുടെ ഫ്ലാറ്റ് ഞാൻ അങ്ങ് ബുക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യില്ലല്ലോ. ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ഫീൽഡ് വിസിറ്റ്, സൈറ്റ് വിസിറ്റ് നടത്തി ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞൊരു 90 daysന്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ 180 daysന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആട്രിബ്യൂഷൻ മോഡൽ ആയിരിക്കും ഞാൻ സെറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ 7 day ക്ലിക്ക് 1 day വ്യൂ ആട്രിബ്യൂഷൻ മോഡലാണ്. കാരണം ഞാൻ ഒരുപാട് പിന്നെ ഇപ്പൊ ചെയ്യുന്ന പ്രൊഡക്ട്സുകളൊക്കെ D2C ബ്രാൻഡുകളും അതുപോലെ തന്നെ ഈ എട്ടെക് കമ്പനികളും ആയതുകൊണ്ട് എനിക്ക് 7 day ക്ലിക്ക് അല്ലെങ്കിൽ 30 day ക്ലിക്ക് ആണ് ഞാൻ ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഒരു ക്രോസ് ചാനൽ അക്വിസിഷൻ മോഡലാണ്. അതായത് ഒരു ലീനിയർ അല്ല കസ്റ്റമർ ജേർണി എന്ന് പറയുന്നത്. മെറ്റയിൽ ഇൻട്രൊഡ്യൂസ് ആവും, ഓക്കെ. പിന്നെ അവർ കാണുന്നത് ഗൂഗിളിൽ കയറി യൂട്യൂബിൽ കയറുമ്പോൾ യൂട്യൂബിൽ നിങ്ങൾ റീടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ ആഡ്സ്, അവർ കുറച്ച് ന്യൂസ് ചാനൽ നോക്കിയ സമയത്ത് നിങ്ങളുടെ ഡിസ്പ്ലേ ആഡ്സ് കണ്ടു. ഒന്നുകൂടെ ഞാൻ പ്രോസസ്സ് പറയാം. ഇന്ന് മെറ്റയിൽ അവർ കണ്ടു, ഓക്കെ. അത് കഴിഞ്ഞിട്ട് നാളെ നോക്കുന്ന സമയത്ത് അവർ യൂട്യൂബിൽ നോക്കിയ സമയത്ത് നിങ്ങളുടെ പിക്സലും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഇട്ടതുകൊണ്ട് തന്നെ നിങ്ങളെ വെബ്സൈറ്റിലോട്ട് വന്ന ആൾക്കാരെ നിങ്ങൾ ഗൂഗിളിൽ റീടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ മെറ്റയില് അവർ നിങ്ങളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു. വെബ്സൈറ്റിൽ നിങ്ങൾ ഗൂഗിൾ പിക്സൽ ഉള്ളത് കൊണ്ട് തന്നെ അവർ യൂട്യൂബിൽ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ആ പിക്സൽ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് റീടാർഗറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ഉള്ളതുകൊണ്ട് അവർ ഗൂഗിളിൽ നിങ്ങളെ പ്ലാറ്റ്ഫോം യൂട്യൂബിൽ കണ്ടു, നിങ്ങളുടെ ആഡ്സ് യൂട്യൂബിൽ കണ്ടു. അത് കഴിഞ്ഞ് ഇമെയിലിൽ ലോഗിൻ ചെയ്ത സമയത്ത് ഇമെയിലിൽ കണ്ടു, പിന്നെ ഡിസ്പ്ലേയിൽ കണ്ടു. ലാസ്റ്റ് അവർ വന്ന് സെർച്ച് ചെയ്യുന്നു, ഓക്കെ, ബൈ 2 BHK ഫ്ലാറ്റ് നിയർ മീ എന്നുള്ളത്. അപ്പൊ നിങ്ങളെ സെർച്ച് ആഡ്സും കണ്ടു. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ ആർക്കാണ് സക്സസ് കൊടുക്കേണ്ടത്? ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ സെർച്ച് ആഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ നോക്കുന്ന സമയത്ത് സെർച്ച് ആഡ്സ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നത്. കാരണം എന്റെ സെയിൽ മൊത്തം വന്നിട്ടുള്ളത് സെർച്ച് ആഡ്സ് എന്നാണ്. റീസൺ എന്താണ്? ഇവർ ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അതായത് അവയർനെസ് ചെയ്തത് ആരാണ്? ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ്. അതുപോലെ കൺസിഡറേഷൻ ചെയ്തിട്ടുള്ളത് ആരാണ്? നിങ്ങളുടെ ഈ ഡിമാൻഡ് ജെൻ ക്യാമ്പയിന്. പക്ഷെ റിസൾട്ട് കിട്ടിയത് ആർക്കാണ്? സെർച്ച് ആഡ്സ്. ഇതിൽ ആരാണ് വിൻ ചെയ്യുന്നത്? എല്ലാവർക്കും ഇതിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് സ്മാർട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ. അതായത് ഇപ്പൊ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് എടുക്കുന്ന, നിങ്ങൾ ഫസ്റ്റ് ക്ലിക്ക് എടുക്കേണ്ട, ലാസ്റ്റ് ക്ലിക്ക് എടുക്കേണ്ട, നിങ്ങൾ ഈ സ്മാർട്ട് ആട്രിബ്യൂഷൻ മോഡൽ, ഡാറ്റ ഡ്രിവൺ ആട്രിബ്യൂഷൻ മോഡലാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ ഗൂഗിളിന് അറിയാം, ഓക്കെ, ഞാൻ കാണിച്ച ഈ യൂട്യൂബിലുള്ള ആഡ്സ് ഇത്രത്തോളം ഇവന്റെ കൺവേർഷൻ പാത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ ദിസ് ഗെറ്റ് 20% ഓഫ് ദ കൺവേർഷൻ. സെർച്ച് ആഡ്സ് ഇത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു, ദിസ് ഗെറ്റ്സ് 40% ഓഫ് ദ കൺവേർഷൻ. സോ ഡാറ്റ ഡ്രിവൺ ആട്രിബ്യൂഷൻ മോഡലാണ് ഏറ്റവും ബെസ്റ്റ് എന്റെ ഒരു ചെയ്ത എക്സ്പെരിമെന്റിൽ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് 7 day ക്ലിക്ക് എന്നുള്ളൊരു ക്രോസ് ചാനൽ എടുക്കുന്ന സമയത്ത് എല്ലാ പ്ലാറ്റ്ഫോമും കൺസിഡർ ചെയ്തിട്ട് 7 day ക്ലിക്ക് എടുക്കാം, 30 day ക്ലിക്ക് എടുക്കാം. യെസ്, 7 day ക്ലിക്ക് 1 day വ്യൂ അല്ലേ? 7 day ക്ലിക്ക് 1 day വ്യൂ ആട്രിബ്യൂഷൻ കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. 7 day വ്യൂ 1 day ക്ലിക്ക് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമുക്കിനി അടുത്ത പോഡ്കാസ്റ്റിലൊക്കെ നമുക്കത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് MMP മോഡലുകൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കടക്കാം. ഒരൊറ്റ സിമ്പിൾ അല്ല, ഒരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. ഈ മീഡിയ പ്ലാൻ നടത്തുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളിപ്പോ ഇന്ന് സംസാരിച്ച എല്ലാ ഫാക്ടേഴ്സിനെയും എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? നമ്മളിന്ന് സംസാരിച്ച ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ആൽഗോരിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു, നമ്മൾ ടാർഗറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ ആട്രിബ്യൂഷൻസ് എടുത്തു, നമ്മൾ ഡേറ്റ എങ്ങനെ ഫെച്ച് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. അത് ക്ലയന്റ് സൈഡും പഠിച്ചു, സെർവർ സൈഡും മനസ്സിലാക്കി. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു മീഡിയ പ്ലാനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം ബേസിക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഓക്കെ, കൂൾ. സോ ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്, ഐ തിങ്ക് ഐ നീഡ് 20 minutes ടു എക്സ്പ്ലെയിൻ ദിസ്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ഗൂഗിൾ ആഡ്സ് മാത്രം വെച്ചിട്ട് ഈ സംഗതി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളെ ഫുൾ ഫണൽ അപ്രോച്ച് എന്താണെന്നുള്ളതിൽ ക്ലിയർ ആയിട്ട്, ഓക്കെ, ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഫണൽ, അതുപോലെ തന്നെ ബോട്ടം ഫണൽ. അപ്പം നിങ്ങൾ ഈ മീഡിയ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വേരിയബിൾ എത്തിയസാറിന് അറിയുന്നുണ്ടാവും അവർക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബോട്ടം ലെവലിൽ തന്നെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഇല്ലാത്ത കുറെ പ്രൊജക്ടുകൾ നമുക്ക് വരാറുണ്ട്, അല്ലെ? അപ്പൊ ചില സമയത്ത് നമുക്ക് എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പ്രൊജക്ട് എനിക്ക് കിട്ടി. ആ പ്രൊജക്ട് കിട്ടിയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഗൂഗിൾ ആഡ്സിൽ അവർക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സെർച്ച് ആഡ്സും ഷോപ്പിംഗ് ആഡ്സും ആയിരിക്കും. കാരണം
ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ സെർച്ച് ഫസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. അതായത് മറ്റൊരിടത്ത് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇന്ററപ്ഷൻ മാർക്കറ്റിംഗ് ആണ് മെറ്റ ആഡ്സ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗൂഗിളിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കസ്റ്റമറിനെ കുറിച്ച്, കസ്റ്റമറിന്റെ ഇന്റന്റിനെ കുറിച്ച് കുറച്ചും കൂടെ അറിയാവുന്നത് ഗൂഗിളിലാണ്. കാരണം അത് സെർച്ച് ചെയ്യാം. അതായത് ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 സെർച്ച് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, ദെൻ സെക്കൻഡ് സെർച്ച് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള യൂട്യൂബ്, രണ്ടും ഈ ഗൂഗിളാണ് ഓൺ ചെയ്യുന്നത്. അപ്പം ഇവർക്കാണ് എന്താണ് ബൈയിങ്, ഒരാളുടെ ഇന്റന്റ് എന്താണ്. ഇപ്പൊ ഒരു സാധനം ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസാക്ഷണൽ ആണോ, നാവിഗേഷണൽ ആണോ, ഇൻഫർമേഷണൽ ആണോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുക ഗൂഗിളാണ്, മെറ്റ അല്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അഗൈൻ നമ്മൾ റിയൽ എസ്റ്റേറ്റിന്റെ എക്സാമ്പിൾ പോവാണെന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ ബൈ 2 BHK പ്ലാറ്റ്ഫോം ബൈ 2 BHK അപ്പാർട്ട്മെന്റ് ഇൻ കാലിക്കറ്റ് എന്നുള്ള സെർച്ച് ടേം, ലെറ്റ്സ് ഒരു ദിവസം 100 സെർച്ചസ് കാലിക്കറ്റ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ആ 100 സെർച്ചസ് നിങ്ങൾക്ക് 100 സെർച്ചസിൽ 100 എൻക്വയറീസ് ഉദ്ദേശിച്ചുള്ളൂ. അതായത് 100 ലീഡ്സ് ജനറേറ്റ് ആവുന്നുണ്ട് ഒരു ദിവസം. ചിലപ്പം 1000 സെർച്ചസ് എന്നായിരിക്കും 100 ലീഡ്സ് ജനറേറ്റ് ആവുന്നത്. അപ്പൊ ഈ 100 ലീഡ്സ് നിങ്ങൾക്ക് 100 ലീഡ്സ് ഹിറ്റ് ചെയ്യുന്നത് വരെ, അതായത് ആ മാർക്കറ്റിന്റെ ബോട്ടം ഫണൽ ഹിറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ സെർച്ച് ആൻഡ് ഷോപ്പിംഗ് ആഡ്സ് മാത്രം, അല്ലെങ്കിൽ ഷോപ്പിംഗ് അല്ല ഇവിടുത്തെ കേസിൽ സെർച്ച് ആഡ് മാത്രം റൺ ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നു. ആ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പൊ സെർച്ച് ആഡ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സെർച്ച് ഇംപ്രഷൻ ഷെയർ എത്രയാണ്. 60% സെർച്ച് ഇംപ്രഷൻ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ക്യാമ്പയിൻ ഇസ് ഡൂയിങ് റിയലി ഗുഡ്. ആ സെർച്ച് ഇംപ്രഷനിൽ നിങ്ങൾക്ക് ഒരു 7% CTR ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ ആഡ് കാണിക്കുന്നതിന്റെ 7% ടൈം നിങ്ങൾക്ക് ക്ലിക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 3-4% ലീഡ്സ് വരുന്നുണ്ട്. ഈ ഒരു 60% പിന്നെ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ സെർച്ച് ഇംപ്രഷൻ ഷെയർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ മിഡിൽ ഫണലിലോട്ടും അതുപോലെ തന്നെ ടോപ്പ് ഫണലിലോട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അതുവരെ നിങ്ങൾ സെർച്ച് ആഡ്സിൽ തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം സെർച്ച് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആവുന്ന സമയത്ത് റെഡി ടു ട്രാൻസാക്ട് ബയേഴ്സ് കിടക്കുന്ന ഏരിയയാണ് സെർച്ച് ആഡ്സ്. പലപ്പോഴും പല കമ്പനീസും ഇപ്പം ലത്തീഫ് സാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, പല കമ്പനീസ് യൂസ് ചെയ്യാതെ മറ്റേലും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മിസ്സാവുന്ന ഒരു ഗോൾഡ് മൈൻ ആണ് സെർച്ച് ആഡ്. അതായത് എനിക്ക് ഇപ്പൊ ലെറ്റ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ബിസിനസ്സിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ, ഗൂഗിളിൽ പോയിട്ട്. കാരണം എനിക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കും, ഓക്കെ ഇന്ന കമ്പനി ചെയ്യുന്നുണ്ട്, ആ കമ്പനി ചെയ്യുന്നുണ്ട്, ഈ കമ്പനി ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പർച്ചേസ് ചെയ്യാൻ ട്രാൻസാക്ട് ചെയ്യുന്നതിന് മുന്നേ ഐ സ്റ്റിൽ ഗോ ടു ഗൂഗിൾ ആൻഡ് സെർച്ച് ഓക്കെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ളത്. ആ സമയത്ത് ടോപ്പ് ലിസ്റ്റിംഗ് വരുന്നത് എങ്ങനെയാണ്, സെർച്ച് ആഡ്സ് വഴി. ഇപ്പൊ സെർച്ച് ആഡ്സിൽ സാച്ചുറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിലോട്ട് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം അതെന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഫണലായിട്ട് ആക്ട് ചെയ്യും. അതിന്റെ മുകളിൽ നിങ്ങൾ ഡിമാൻഡ് ജനറേഷൻ ക്യാമ്പയിനിലോട്ട് പോവാം. ഇതിന്റെ ഒരു പെർസെന്റേജ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജനറലി ഡിമാൻഡ് ജനറേഷൻ ക്യാമ്പയിനിലോട്ട് ഒരു 10 to 20% ബഡ്ജറ്റ് ആണ് അലോക്കേറ്റ് ചെയ്യാറ്. ദെൻ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിലും അതുപോലെ ഈ മിഡില് ഒക്കെ ആയിട്ട് നമ്മളൊരു 30% ബഡ്ജറ്റ് ഞാൻ അലോക്കേറ്റ് ചെയ്യും. ഒരു 30 to 35% ടു ഒരു 30% ഞാൻ ഏറ്റവും കൂടുതൽ 30-40% ഒക്കെ ഞാൻ കൊടുക്കാറുള്ളത് സെർച്ച് ആഡ്സിനാണ്. അപ്പൊ ആൻഡ് റീടാർഗറ്റിംഗിന് ഒരു ബാക്കി റിമൈനിങ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഏറ്റവും ടോപ്പിൽ ഒരു 10%, ഏറ്റവും ബോട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ ഒരു 20%, ഏറ്റവും ബോട്ടത്തിൽ ഒരു 10%, റിമൈനിങ് വരുന്ന ഒരു 70%, 35. അപ്പൊ ടോപ്പ് ഫണലിൽ ഞാനൊരു 10%, അതായത് വീഡിയോ ക്യാമ്പയിൻസിൽ ഡിമാൻഡ് ജനറേഷൻ ക്യാമ്പയിനിൽ ഞാനൊരു 10% ചെയ്യും. ദെൻ നമ്മൾക്ക് വരുന്ന പിന്നെ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ, സെർച്ച് ആഡ്, ഇതൊക്കെ കമ്പൈൻഡ് ആയിട്ട് ഒരു 70% ഞാൻ സ്പെൻഡ് ചെയ്യും. ദെൻ ഏറ്റവും റീടാർഗറ്റിംഗ്, അതായത് ഏറ്റവും നിങ്ങൾക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് നിങ്ങളെ കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെ ലീഡ് ഫോം കണ്ടിട്ട് സബ്മിറ്റ് ചെയ്യാത്ത ആളുകൾ, അതിൽ ജസ്റ്റ് 10% മാത്രം ഇട്ടാൽ മതി. ഏറ്റവും കൂടുതൽ കൺവേർട്ട് ആവുന്നത് അതാണ്. പക്ഷെ അതിലുള്ള സ്പെൻഡ് മൊത്തം ഇടാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ഓഡിയൻസിന്റെ സൈസ് എത്ര നോക്കണം. നിങ്ങളുടെ കാർട്ടിലോട്ട് ആഡ് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളെ അനലിറ്റിക്സിലോട്ട് പോയി നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലോട്ട് നോക്കിയാൽ മനസ്സിലാക്കാം. ഏറ്റവും ഹൈ ഇന്റന്റ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പം നിങ്ങളുടെ ഫ്രീക്വൻസി, അവിടെയാണ് ഫ്രീക്വൻസി ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഓവർ എക്സ്പോഷർ ആഡ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആഡ് ഫറ്റീഗ് എന്ന് പറയുന്ന സംഭവം നടക്കും. ബ്രാൻഡിനോട് ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 ആളുകളെ നിങ്ങൾ റീടാർഗറ്റിംഗ് ആഡിയൻസിൽ ഉള്ളതെന്ന് വെച്ചോ. നിങ്ങൾ അവരെ ഒരു ദിവസം ഒരു 10 ഫ്രീക്വൻസിയിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ദേ കീപ് സീയിങ് യുവർ ആഡ്സ് 10 times a day. ദാറ്റ് കണ്ടിന്യൂസ്ലി ഹാപ്പൻ ഫോർ 7 days. റിസൾട്ട് എന്തായിരിക്കും? നിങ്ങൾ ഭയങ്കര സെയിൽസി ആയിട്ട്, അതായത് ഒരു ഒതന്റിസിറ്റി മിസ്സായ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഡെസ്പറേറ്റ്ലി സെല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഒരു 4 ഫ്രീക്വൻസി 3 ഫ്രീക്വൻസിയിലൊക്കെ മാനേജ് ചെയ്തിട്ട് ഈ ഒരു ഗിവ് ഇറ്റ് എ ടൈം, അവർക്ക് അവരുടേതായ സമയത്ത് ഗിവ് ഇറ്റ് എ ടൈം ടു മേക്ക് അപ്പ് ദെയർ മൈൻഡ് ആൻഡ് കൺവേർട്ട്
വിത്ത് യു. അപ്പം അത് ഓവറായിട്ട് പുഷ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ്സ് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യുക. അപ്പം അഗൈൻ ഗോയിങ് ബാക്ക് ടു യുവർ ബിസിനസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നമ്മളെ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ബോട്ടം ഫണൽ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ ബോട്ടം ഫണലിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സൈമൾട്ടേനിയസ്ലി ഈ സപ്പോർട്ടിങ് ക്യാമ്പയിൻസ് ഉണ്ടാവും. അതായത് ബോട്ടം ഫണൽ മാത്രം എന്നുള്ളൊരു അർത്ഥം ഞാൻ ഈ പറഞ്ഞതിനില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ബോട്ടം ഫണൽ ആണെന്നുണ്ടെങ്കിലും ഈ ബോട്ടം ഫണൽ ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ സപ്പോർട്ടിങ് ക്യാമ്പയിൻസ് ഉണ്ടാവും. അതായത് സപ്പോർട്ടിങ് ക്യാമ്പയിൻസ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കും ഈ ബോട്ടം ഒരു പ്രൊജക്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ബോട്ടം ഫണലിൽ എന്റെ റോആസ് എന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു. അതുപോലെ എന്റെ സപ്പോർട്ടിങ് ക്യാമ്പയിന്റെ റോആസ് എന്ന് പറഞ്ഞാൽ 1.5 ആയിരുന്നു. ഈ 1.5 റോആസ് ഉള്ള ക്യാമ്പയിൻ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇവിടെ 1.5 ഇട്ടുണ്ട്, ഇവിടെ 3 ഇട്ടുണ്ട്. ആ ബഡ്ജറ്റും കൂടെ ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഫുൾ 3 കിട്ടൂലെന്നായി. ഈ 3 കിട്ടുന്നത് 2 ആയി മാറി. അപ്പൊ സംഗതി എന്താ പ്രശ്നം പറ്റിച്ചാൽ ഇതാണ് ഈ കൺവേർഷൻ ചെയ്യണമെങ്കിൽ ഈ ക്യാമ്പയിൻ, ഞാൻ പറയുന്ന സപ്പോർട്ടിങ് ക്യാമ്പയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ, അവരുടെ കൺസിഡറേഷൻ, അവരുടെ ബൈയിങ് ഇന്റന്റ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിൽ ആ ക്യാമ്പയിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ ഒരു 5 വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ 5 പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിംഗ് അത് ഹെൽപ്പ് ചെയ്തു. ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഞാൻ അങ്ങ് ഓഫ് ചെയ്ത സമയത്ത് ഇപ്പൊ അവർക്ക് സൈക്കോളജിക്കലി ഈ പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നല്ല കൺസിഡർ ചെയ്യുന്ന ലെവൽ താന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ബോട്ടം എഫക്ട് ചെയ്തു. അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ബോട്ടം ഹിറ്റ് ചെയ്യാൻ നോക്കുക, അതേ സമയത്ത് സപ്പോർട്ടിങ് ക്യാമ്പയിൻസ് ലോഞ്ച് ചെയ്യുക. ഇതേ സമയം തന്നെ നിങ്ങളെ ഫണൽ എപ്പോഴും ബോട്ടം മാത്രം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട് സാച്ചുറേറ്റ് ആയി കഴിഞ്ഞാൽ ബിസിനസ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ടോപ്പിൽ നിന്ന് എപ്പോഴും താഴത്തോട്ട് വരാൻ വേണ്ടി നമ്മൾ ഡിമാൻഡ് ജനറേഷൻ ക്യാമ്പയിൻ, അവയർനെസ് ക്യാമ്പയിൻ, കൺസിഡറേഷൻ ക്യാമ്പയിൻ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂ ട്രാഫിക് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക. ലത്തീഫ് സാർ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും നിങ്ങൾ പ്രോസ്പെക്ടിങ് ആഡ്സ് മാത്രമല്ല, പ്രോസ്പെക്ടിങ് റീടാർഗറ്റിംഗ് അല്ലാണ്ട് എത്ര നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന എത്ര ആൾക്കാർ റിട്ടൻഷൻ ക്യാമ്പയിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പൊ ലത്തീഫ് സാർ ഒരു ബിഗ്ഗസ്റ്റ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളി അത് പറഞ്ഞ സമയത്താണ് എനിക്കൊരു ഐ ഓപ്പണർ ആയിട്ട് തോന്നിയത്. ഇത് ആരും ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. നമ്മുടെ ബിഗ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് റിട്ടൻഷൻ ആണ് മെയിൻ ഫോക്കസ്. കസ്റ്റമർ അക്വിസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ എങ്ങനെ ഇവരുടെ CLTV ലൈഫ് ടൈം വാല്യൂ കൂട്ടാം. നിങ്ങൾ ഈ മെക്ഡൊണാൾഡ്സിന്റെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് പർച്ചേസിൽ അവർ ലോസിലാണ്, അവർ സെക്കൻഡ് റിപ്പീറ്റ് പർച്ചേസിലാണ് അവർ പ്രോഫിറ്റബിൾ ആവുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഹാവ് എ സ്ട്രാറ്റജി. ഓക്കെ, അതാണ് ഞാൻ എപ്പോഴും വാശി പിടിക്കുന്നത്, നമുക്ക് അതിനനുസരിച്ച് ബഡ്ജറ്റ് വേണമെന്ന്. യെസ്. അപ്പം ഇപ്പൊ അന്ന് ലത്തീഫ് സാർ പറഞ്ഞത് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ കുറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രൊഡക്റ്റ് ലോസിലായിരിക്കും. ഇറ്റ് ഈസ് ഓക്കെ ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് ലോസസ് ഇൻ ദ ഫസ്റ്റ് പർച്ചേസ്. കാരണം നിങ്ങൾക്ക് അവർ കസ്റ്റമറായി കിട്ടിയില്ലേ. ഒരു വൺസ് ദേ ആർ കസ്റ്റമർ ഓഫ് യുവർ പ്രൊഡക്റ്റ്, ബയേഴ്സ് ഇൻ ആക്ഷൻ വിൽ ടെൻ ടു ബൈ മോർ എന്നുള്ളതാണ്. മനസ്സിലായി. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് മുടി വെട്ടുന്ന കടയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു പുതിയ സ്ഥലത്തോട്ട് പോകുന്ന മുടി വെട്ടാൻ വേണ്ടി ഒരു കട എടുത്തു, ആ കടയിൽ തന്നെ അല്ലേ പിന്നെ പോകാൻ നോക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഫസ്റ്റ് നിങ്ങളേക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളടുത്ത് പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതെ, ബിക്കോസ് നോ ക്യാമ്പയിൻ ക്യാൻ സേവ് എ ബാഡ് പ്രൊഡക്റ്റ്. ഇഫ് യുവർ പ്രൊഡക്റ്റ് ഇസ് റിയലി ഗുഡ്, പീപ്പിൾ വിൽ കീപ് കമ്മിങ് ബാക്ക് ടു യു. അവിടെയാണ് നിങ്ങളെ CLTV ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ 100 രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കസ്റ്റമർ, അല്ല 1000 രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കസ്റ്റമർ അക്വയർ ചെയ്തത്. ആ അക്വയർ ചെയ്ത സമയത്ത് നിങ്ങൾ സെൽ ചെയ്ത് 700 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്. എന്നോട് ചോദിക്കുകയാണ് ഈ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ യെസ് എന്ന് പറയും. അത് 1000 രൂപ സെൽ ചെയ്യാനായി. ഓക്കെ, 700 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റത്. നോക്കുമ്പോൾ 300 ലോസ്. എവിടെ? ഞാൻ കോസ്റ്റ് എടുത്തിട്ടില്ല, കസ്റ്റമർ അക്വിസിഷൻ തന്നെ 300 ലോസ്. ഇവിടെ എന്താണ് ലത്തീഫ് സാർ പറഞ്ഞ പോലെ, വാട്ട് ഇഫ് ദാറ്റ് പേഴ്സൺ ബൈ 6 ബിയർഡ് ഓയിൽ ഫ്രം മീ. 700 രൂപയുടെ 7 വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര? നമ്മൾ ആ സെയിം കണക്കായിരുന്നു പറഞ്ഞത്. 4900 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് പർച്ചേസിൽ നമുക്ക് സെയിം ക്യാഷ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് 1000, ഫസ്റ്റ് ഇനീഷ്യൽ കാർട്ട് വാല്യൂ, ഫസ്റ്റ് ഓർഡർ വാല്യൂ 700 രൂപ. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾ നോക്കണം എങ്ങനെ നിങ്ങൾക്ക് ഈ കാർട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഈ ബിയേർഡ് ഓയിലിന്റെ കൂടെ തന്നെ നിങ്ങൾ ബിയേർഡ് മസാജറും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒരു ഓഫർ ആയിട്ട് ഇട്ടെന്ന് വെച്ചോ. 100 ആൾക്കാർ ആ കാർട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 10% ആളുകൾ ആ മസാജറും കൂടെ കാർട്ടിലോട്ട് ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആ AOV ഇൻക്രീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഇനീഷ്യൽ പർച്ചേസിൽ തന്നെ ആവറേജ് കാർട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റോ ഇല്ല എന്നുള്ളത് നിങ്ങൾ മാക്സിമം നോക്കണം. അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഡെഫിനറ്റ്ലി അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി ബണ്ടിൽ ചെയ്തിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന രീതികളും അങ്ങനത്തെ ഇറസിസ്റ്റബിൾ ഓഫേഴ്സ് കൊണ്ടുവരും. നമ്മൾ ഇറസിസ്റ്റബിൾ ഓഫറിനെ പറ്റി ഇനി കൂടുതലായിട്ട് വരുന്ന പോഡ്കാസ്റ്റിൽ ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യാം. എങ്ങനെ നമുക്കൊരു വെൽ ക്രാഫ്റ്റഡ് ഓഫർ സ്ട്രക്ചർ ചെയ്യാന്നുള്ളത്. യെസ്.
അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ഇവർ ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇവര് ബിയർഡ് ഓയിൽ തീർത്തിട്ട് അവർ സ്വമേധയാ നിങ്ങളടുത്ത് വന്നിട്ട് ഒരു ഓയിലും കൂടെ തരുമോ എന്നുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തിട്ട് അവരിലോട്ട് വീണ്ടും വീണ്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ വേറെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് തന്നെ ഇതിന്റെ യൂസ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലോ ക്യാമ്പയിൻ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആൻഡ് സ്കെയിലബിൾ ക്യാമ്പയിൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഗെയിൻ പ്രോഫിറ്റബിൾ ക്യാമ്പയിൻ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് 4 ആഡ് കണ്ടിട്ട് നിങ്ങൾ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബിഗിനേഴ്സ് ലക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പലപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ്. ഏത് 5 കൺവേർഷനിൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കുന്നത് സ്കെയിൽ ചെയ്യണമെന്നുള്ളത്. സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ചലഞ്ചസ് മനസ്സിലാവും. അപ്പൊ സ്കെയിലബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ CLTV എന്നുള്ളത് എപ്പോഴും, അതായത് ഏറ്റവും മെയിൻ ഫോക്കസ് ആയിട്ട് ഞാൻ നോക്കുന്നത് CAC, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഓക്കെ, പിന്നെ ഇവിടെ അമീന എനിക്ക് പറയാനുള്ള കാര്യം ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ എന്റെ തോട്ട് വന്നത് കൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെർഫോമൻസിന്റെ കൂടെ തന്നെ നമ്മൾ ബ്രാൻഡ് ബിൽഡിങ്, റിട്ടൻഷൻ, ഇത് മൂന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഗൂഗിൾ പേ എന്ന് പറയുന്ന കമ്പനി ശരിക്കും ഗ്രോത്തിന് വേണ്ടി ചെയ്തത് എന്താണ്? അക്വിസിഷൻ മെത്തേഡായിട്ട് അവർ കൊടുത്തത് 51 റുപ്പീസ് ടോക്കൺ ആണ്. നിങ്ങളുടെ റെഫറൽ, കാരണം റെഫറൽ മാർക്കറ്റിംഗ് വരെ ഗ്രോത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നാണ്. അപ്പോ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ കൃത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കമ്പനിക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായി. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ D2C മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ പെർഫോമൻസിന്റെ സ്ഥാനം എന്താണെന്ന് സംസാരിക്കുന്ന ഒരു കണ്ടന്റിലേക്ക് തിരിയാം. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മൈ ഡിയർ ഓഡിയൻസ് ഹു ആർ ലിസണിങ് ടു ദിസ് പോഡ്കാസ്റ്റ്, ഞങ്ങൾ ഇന്ന് ബേസിക്കലി നോ ക്രാപ്പ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് നടത്തിയത്. ഒരു തരത്തിലും ഇന്ന് ബേസിക് കൺസെപ്റ്റുകൾ നമ്മളിവിടെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെർഫോമൻസ് മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടിയ എല്ലാ ഹിഡൻ ജെംസും നമ്മളിതിൽ പറയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഇനീസിയേഷൻ, ഒരു തുടക്കം സാധിച്ചിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു റോൾ ഔട്ട് മോർ പോഡ്കാസ്റ്റ് ഇൻ ദ കമ്മിങ് വീക്സ്. താങ്ക് യു അമീൻ ഫോർ ബിക്കമിങ് എ ഗുഡ് സ്പീക്കർ വിത്ത് മീ. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇനിയും കാണും. Thank you for the warm invitation who you have accepted, and thank you for the time. Okay, thank you. Sheri.